Hi, good evening. So today we are going to discuss a topic in histopathology, that is fixation. So yesterday കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി ടിഷ്യൂ പ്രോസസ്സിങ്ങിനെ പറ്റി ഡിസ്കസ് ചെയ്തു. സോ അതിൽ നമ്മുടെ ടിഷ്യൂ പ്രോസസ്സിങ്ങിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് തൊട്ട് എൻഡ് സ്റ്റെപ്പ് വരെയുള്ള പ്രോസസ്സസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോ നെക്സ്റ്റ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിൽ ഓരോ ടോപ്പിക്സിനെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. സോ അതിൽ ഫസ്റ്റ് ടോപ്പിക്കാണ് ഫിക്സേഷൻ എന്നുള്ളത്. സോ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. സോ ഫസ്റ്റ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നത് മെയിൻ ആയിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ, പിന്നെ നമ്മുടെ ഒരു ഐഡിയൽ ഫിക്സേറ്റീവിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, പിന്നെ ടൈപ്സ് ഓഫ് ഫിക്സേഷൻ, എയിം ഓഫ് ഫിക്സേഷൻ, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഫിക്സേഷൻ, ക്ലാസിഫിക്കേഷൻ, പിന്നെ കോമൺ ഫിക്സേറ്റീവ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ ടോപ്പിക്കിൽ മെയിൻ ആയിട്ട് കവർ ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഫസ്റ്റ് നമുക്ക് ഇൻട്രൊഡക്ടറി സെക്ഷനിലോട്ട് പോവാം. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഒരു മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ നമുക്ക് എപ്പോഴും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. നമ്മളൊരു ടിഷ്യൂവിന്റെ സ്റ്റഡിയാണ് ഹിസ്റ്റോപത്തോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടിഷ്യൂ നമ്മൾ മാലിഗ്നൻസിക്കോ അല്ലെങ്കിൽ എന്തിനു വേണമെങ്കിലും സ്റ്റഡി ചെയ്യുമ്പോഴേക്ക് നമുക്ക് ആ ടിഷ്യൂ കുറച്ച് പ്രോസസ്സിലൂടെ പ്രിപ്പയർ ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. അപ്പോൾ ആ ടിഷ്യൂസ് നമ്മുടെ മൈക്രോസ്കോപ്പിക് എക്സാമിനേഷന് വേണ്ടി ആ ഒരു ടിഷ്യൂവിനെ നമ്മൾ കുറെ പ്രോസസ്സസിൽ കൂടെ പ്രിപ്പയർ ചെയ്തെടുക്കുകയാണ്. നെയിംലി ഫിക്സേഷൻ, ഡീഹൈഡ്രേഷൻ, ക്ലിയറിംഗ്, എംബഡിങ്, അങ്ങനെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അപ്പോൾ ആ ഒരു പ്രോസസ്സിലൂടെ ക്ലിയർ ചെയ്തെടുക്കുകയാണ്. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ടിഷ്യൂസ് ഡീകമ്പോസ് ആവുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ടിഷ്യൂ നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മൾ ബോഡിയിൽ നിന്ന് എടുത്തു തുടങ്ങി അതിനെ ഫിക്സ് ചെയ്ത് നമുക്ക് എക്സാമിൻ ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്സിനാണ് ടിഷ്യൂ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്സില് ഏറ്റവും ബേസിക് ആസ് വെൽ as ഏറ്റവും ഫൗണ്ടേഷൻ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് ഫിക്സേഷൻ എന്ന് പറയുന്നത്. സോ ഫിക്സേഷൻ ഇസ് ദ ഫൗണ്ടേഷൻ ഓഫ് ഓൾ ദ സബ്സിക്വന്റ് സ്റ്റേജസ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് സെക്ഷൻസ്. ഇപ്പൊ സെക്ഷൻ പ്രിപ്പയറിംഗിൽ എല്ലാ സ്റ്റെപ്സിന്റെയും ഫൗണ്ടേഷണൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫിക്സേഷൻ ആണ്. സോ നമുക്ക് ഫസ്റ്റ് നോക്കാം അതിൽ ഫിക്സേഷൻ എന്താണ്, അല്ലെങ്കിൽ എന്താണ് ഫിക്സേഷന്റെ ഒരു ഡെഫിനിഷൻ നമുക്ക് നോക്കാം. ഫിക്സേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ സെല്ലിന്റെ കോൺസ്റ്റുവൻസ് അല്ലെങ്കിൽ ഒരു ടിഷ്യൂ ഒരു കെമിക്കലിലോ അല്ലെങ്കിൽ ഒരു പാർട്ട്ലി അതിന്റെ ഒരു ഫിസിക്കൽ സ്റ്റേറ്റിലോ ഫിക്സ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഫിക്സേഷൻ എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് നമ്മുടെ ബോഡിയിൽ നിന്ന് എടുത്ത ഒരു ടിഷ്യൂ, ദാറ്റ് മീൻസ് നമ്മുടെ ബോഡിയിൽ നിന്ന് എക്സ്ട്രാ സെല്ലുലർ മീൻസ് നമ്മുടെ ബോഡിയിൽ നിന്ന് ഇൻവിട്രോ പുറത്തു വരുമ്പോഴേക്കും അതിന് സർവൈവ് ചെയ്യാനുള്ള കണ്ടീഷൻസ് ഒക്കെ വളരെ ചാൻസസ് ആർ വെരി മിനിമം. അപ്പോ ആ ഒരു ടിഷ്യൂവിനെ ആ ഒരു ടിഷ്യൂവിന്റെ കോൺസ്റ്റുവൻസിനെ വളരെ ഇതായിട്ട് മീൻസ് ഇത് നമ്മുടെ ഒരു ഫിസിക്കൽ സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ഒരു കെമിക്കൽ സ്റ്റേറ്റിൽ ഫിക്സ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് നമ്മൾ ഫിക്സേഷൻ എന്ന് പറയുന്നത്. സച്ച് ദാറ്റ് ആ ഫിക്സേഷൻ പ്രോസസ് എന്ന് പറയുമ്പോഴേക്കും അത് സബ്സിക്വന്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്, നമ്മൾ ഓൾസോ ഒരു കെമിക്കൽ അതിനെ ഫിക്സ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇന്നലെ ഓൾറെഡി ഡിസ്കസ് ചെയ്തു ഫിക്സ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, നമ്മുടെ ആ സെൽസിന്റെ ആ ഒരു മീൻസ് ആ ഒരു സെൽസിന്റെ ആ ഒരു സ്പേസിലോട്ട് ഈ ഫിക്സേറ്റീവ് കയറി അത് ആക്ട് ചെയ്യാണ് ചെയ്യുന്നത്. സെവറൽ ആക്ഷൻസിലൂടെ ആ ഒരു ടിഷ്യൂവിനെ പ്രൊട്ടക്ട് ചെയ്യാണ് ചെയ്യുന്നത്. സോ ആ ഫിക്സേറ്റീവ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ സബ്സിക്വന്റ് ട്രീറ്റ്മെന്റ് വിത്ത്സ്റ്റാൻഡ് ചെയ്യണം. അതേപോലെ തന്നെ ബാക്കി റിയേജൻസ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒക്കെ ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അധികം സെൽസിന്റെ ലോസോ അല്ലെങ്കിൽ ഡിസ്റ്റോഷനോ ഡീകമ്പോസിഷനോ സെൽസിന് എന്തെങ്കിലും ഡാമേജോ അങ്ങനെ ഒന്നും ഉണ്ടാവാൻ പാടില്ല. ആ ടിഷ്യൂവിനെ ലൈക്ക് മാനറിൽ തന്നെ പ്രിസർവ് ചെയ്യണം. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഫിക്സേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് process by which the constituents of the cells or therefore of the tissues are fixed in a physical or a chemical state such that they will withstand subsequent treatment with various reagents with a minimum of loss, significant distortion or decomposition and keep the tissue in as lifelike manner as possible. അതാണ് ഫിക്സേഷന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ്, അപ്പോൾ നമുക്കിവിടെ മെയിൻ ആയിട്ട് ഫിക്സേഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോ അതില് മെയിൻ ആയിട്ട് ഉള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ടിഷ്യൂസിന്റെ ഓട്ടോലൈസിസ് അല്ലെങ്കിൽ ടിഷ്യൂസിന്റെ സെൽഫ് ഡെത്ത്, പുട്രിഫാക്ഷൻ മീൻസ് അതിന്റെ ഡെത്ത് പ്രിവെന്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഫിക്സേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ഓൾസോ എ ബേസിക് സ്റ്റെപ്പ് ഇൻ ഹിസ്റ്റോപത്തോളജി. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഐഡിയൽ ഫിക്സേറ്റീവിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നാണ്. മീൻസ് ഒരു ഫിക്സേറ്റീവ് ഐഡിയൽ എന്ന് പറയണമെങ്കിൽ മീൻസ് അതിന് പ്രോപ്പറായിട്ട് അല്ലെങ്കിൽ അത് കറക്റ്റ് ആണ് അല്ലെങ്കിൽ അത് ഐഡിയൽ ആണ് എന്ന് പറയണമെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻസ് അത് അണ്ടർഗോ ചെയ്യണം അല്ലെങ്കിൽ അത് എന്തൊക്കെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ
പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്തൊക്കെയാണ് ഒരു ഐഡിയൽ ഫിക്സേറ്റീവിന്റെ ക്യാരക്ടർ എന്നുള്ളത്. ദാറ്റ് മീൻസ് ഓപ്ഷൻസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, കുറെ ക്യാരക്ടേഴ്സ് വന്നിട്ട് ഇതിൽ ഏതാണെന്ന് ചൂസ് ചെയ്യാനൊക്കെ ചോദിച്ചിട്ടുണ്ട്. സോ ഫസ്റ്റ് ഒരു ഐഡിയൽ ഫിക്സേറ്റീവിന്റെ ക്യാരക്ടർ എന്താന്ന് വെച്ചാൽ ദാറ്റ് ഷുഡ് സ്റ്റോപ്പ് ബാക്ടീരിയൽ ഡീജനറേഷൻ. ദാറ്റ് മീൻസ് നമ്മളിപ്പോ ഒരു ടിഷ്യൂ നമ്മുടെ ബോഡിയിൽ നിന്ന് പുറത്തെടുത്തു കഴിഞ്ഞാൽ അറിയാം, അത് എന്താണ്, സെൽസിന് ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ ബാക്ടീരിയൽ ഡീജനറേഷൻ അല്ലെങ്കിൽ ഡീകമ്പോസിഷൻ ഒക്കെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ that should and fixative should stop bacterial degeneration. Next, it should stop autolysis. Autolysis means നമ്മുടെ സെൽസ് തന്നെ സെൽഫ് ഡെത്ത് ആയി പോകുന്ന കണ്ടീഷൻ ആണ് ഓട്ടോലൈസിസ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഷുഡ് സ്റ്റോപ്പ് ഓട്ടോലൈസിസ് ആൻഡ് ഇറ്റ് ഷുഡ് നോട്ട് ഡാമേജ് സെല്ലുലാർ മോർഫോളജി. ആ സെൽസിന്റെ മോർഫോളജി മീൻസ് അതിന്റെ ആ ഒരു നോർമൽ സ്ട്രക്ചർ എങ്ങനെയാണോ ഇരിക്കുന്നത് അത് അതേപോലെ പ്രിസർവ് ചെയ്യണം, അതിനെ ഡാമേജ് ചെയ്യാൻ പാടില്ല. പിന്നെ നമ്മുടെ സെല്ലുലാർ കോൺസ്റ്റിറ്റ്യുവൻസിന്, നമ്മുടെ സെൽസിന്റെ കോൺസ്റ്റിറ്റ്യുവൻസിന് സ്വെല്ലിങ്ങോ ഷ്രിങ്കേജോ അങ്ങനെ ഒന്നും ഉണ്ടാവാൻ പാടില്ല. പിന്നെ നമ്മുടെ ലേറ്റർ സ്റ്റേജസ് ഓഫ് പ്രോസസ്സിംഗിൽ യൂസ് ചെയ്യുന്ന എല്ലാ കെമിക്കൽസിനെ അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യണം. നമുക്കറിയാം നമ്മുടെ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞപ്പോൾ ഇന്നലെ ഡിസ്കസ് ചെയ്തു, നമ്മൾ അണ്ടർഗോ ചെയ്യുന്ന കുറെ സ്റ്റെപ്സ് ഉണ്ട്. ഫിക്സേഷൻ കഴിഞ്ഞ് ഡീകാൽസിഫിക്കേഷൻ, ക്ലിയറിംഗ്, എംപട്ടിങ്, ഫിക്സ്, അങ്ങനെ കുറെ സ്റ്റെപ്സ് നമ്മൾ അണ്ടർഗോ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സ്റ്റെപ്സിലൊന്നും യൂസ് ചെയ്യുന്ന കെമിക്കൽസ് ഒന്നും നമ്മുടെ ഫിക്സേറ്റീവ് ആയിട്ട് ഇന്റർഫിയർ ചെയ്യുന്ന കെമിക്കൽസും മീൻസ് അങ്ങനെ ഒരു കെമിക്കൽസുമായിട്ട് നമ്മുടെ ഫിക്സേറ്റീവ് ഇന്റർഫിയർ ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ചീപ്പ് ആയിരിക്കണം, നോൺ ടോക്സിക് ആയിരിക്കണം, നോൺ ഇൻഫ്ലേമബിൾ ആയിരിക്കണം. ദാറ്റ് മീൻസ് ചീപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈസിലി കിട്ടുന്നതായിരിക്കണം, വില കുറവായിരിക്കണം, അല്ലെങ്കിൽ അത് ടോക്സിക് ആവാൻ പാടില്ല. ടോക്സിക് ആയ ഓൾറെഡി നമ്മുടെ ടിഷ്യൂവിനെ അത് ഡാമേജ് ചെയ്യും. അതേപോലെ തന്നെ നോൺ ഇൻഫ്ലേമബിൾ ആയിരിക്കണം, മീൻസ് പെട്ടെന്ന് ഇൻഫ്ലേമബിൾ മീൻസ് എന്താ, പെട്ടെന്ന് മീൻസ് കമ്പസ്റ്റബിൾ ആവുന്ന സാധനങ്ങളാണ് ഇൻഫ്ലേമബിൾ എന്ന് പറയുന്നത്. അതേപോലെ അത് നോൺ ഇൻഫ്ലേമബിൾ ആയിരിക്കണം. സോ ഒരു ഐഡിയൽ ഫിക്സേറ്റീവിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നൊക്കെ പറഞ്ഞാൽ അത് ബാക്ടീരിയൽ ഡീജനറേഷൻ സ്റ്റോപ്പ് ചെയ്യണം, ഓട്ടോലൈസിസ് സ്റ്റോപ്പ് ചെയ്യണം, സെല്ലുലാർ മോർഫോളജി ഡാമേജ് ചെയ്യാൻ പാടില്ല, അതേപോലെ തന്നെ സെല്ലുലാർ കോൺസ്റ്റിറ്റ്യുവൻസിന് സ്വെല്ലിങ്ങോ ഷ്രിങ്കേജോ അല്ലെങ്കിൽ അതിന്റെ മോർഫോളജിക്ക് ഡാമേജോ ഒന്നും ഉണ്ടാക്കാൻ പാടില്ല. അതേപോലെ തന്നെ നമ്മുടെ ലേറ്റർ സ്റ്റേജസിൽ യൂസ് ചെയ്യുന്ന എല്ലാ കെമിക്കൽസും അത് വിത്ത്സ്റ്റാൻഡ് ചെയ്തിരിക്കണം. ആസ് വെൽ as it should be cheap, നോൺ ടോക്സിക് ആൻഡ് നോൺ ഇൻഫ്ലേമബിൾ. ഇത്രയും ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഒരു ഐഡിയൽ ഫിക്സേറ്റീവ് അണ്ടർഗോ ചെയ്യേണ്ടത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫിക്സേഷൻ. ഇപ്പൊ നമ്മൾ മെയിൻലി ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് കോമൺലി ഉള്ള ടൈപ്സ് ആണ് ഇമേർഷൻ ഫിക്സേഷൻ, പെർഫ്യൂഷൻ ഫിക്സേഷൻ, വേപ്പർ ഫിക്സേഷൻ, കോട്ടിംഗ് ഓർ സ്പ്രേ ഫിക്സേഷൻ, ഫ്രീസ് ഡ്രൈയിങ് ആൻഡ് മൈക്രോവേവ് ഫിക്സേഷൻ ഓർ സ്റ്റെബിലൈസേഷൻ. ഇത്രയും ടെക്നിക്സ് ആണ് കോമൺലി നമ്മൾ ഫിക്സേഷനിൽ യൂസ് ചെയ്യുന്നത്. ഇമേർഷൻ, പെർഫ്യൂഷൻ, വേപ്പർ ഫിക്സേഷൻ, കോട്ടിംഗ് ഓർ സ്പ്രേ ഫിക്സേഷൻ, ഫ്രീസ് ഡ്രൈയിങ്, മൈക്രോവേവ് ഫിക്സേഷൻ ഓർ സ്റ്റെബിലൈസേഷൻ. ഇത്രയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫിക്സേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇമേർഷൻ ഫിക്സേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഈ പിക്ചറിൽ കാണാം, ജസ്റ്റ് ആ ഒരു ടിഷ്യൂവിനെ ജസ്റ്റ് ഒരു ഇതില് നമ്മുടെ ഫിക്സേറ്റീവ് സൊല്യൂഷനിൽ ജസ്റ്റ് ഇമേഴ്സ് ചെയ്തിടുന്ന ടെക്നിക്കാണ് ഇമേർഷൻ ഫിക്സേഷൻ എന്ന് പറയുന്നത്. ഇവിടെ കാണാം ഒരു ടിഷ്യൂ ജസ്റ്റ് ഒരു ഫിക്സേറ്റീവ് സൊല്യൂഷനിലോട്ട് ഇമേഴ്സ് ചെയ്തിട്ടേക്കാണ്. ആ ഒരു ടെക്നിക്കിനെയാണ് നമ്മൾ ഇമേർഷൻ ഫിക്സേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ദ മോസ്റ്റ് കോമൺലി യൂസ് ടൈപ്പ് ഓഫ് ഫിക്സേഷൻ. നമ്മൾ ഓൾമോസ്റ്റ് എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഫിക്സേഷൻ ആണ് ഇമേർഷൻ ഫിക്സേഷൻ എന്ന് പറയുന്നത്. സോ അതാണ് നമ്മുടെ ഇമേർഷൻ ഫിക്സേഷൻ. എക്സസ് ഓഫ് ഫിക്സേറ്റീവില് ജസ്റ്റ് ടിഷ്യൂസിനെ ഇമേഴ്സ് ചെയ്തിടുന്നു, ദാറ്റ് മീൻസ് ജസ്റ്റ് അതിനെ മുക്കിയിടുന്നു, അത്രയേ ഉള്ളൂ ഇമേർഷൻ ഫിക്സേഷൻ. നെക്സ്റ്റ് പെർഫ്യൂഷൻ ഫിക്സേഷൻ ആണ്. സോ പെർഫ്യൂഷൻ ഫിക്സേഷന്റെ ഒരു പിക്ചറാണ് ഈ താഴെ കൊടുത്തേക്കുന്നത്. അത് കോമൺലി നമ്മുടെ ഇപ്പോ പെർഫ്യൂഷൻ ഫിക്സേഷൻ എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ഈ സ്പെഷ്യൽ പർപ്പസസ് അല്ലെങ്കിൽ റിസർച്ച് വർക്കിനൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഫിക്സേഷൻ ആണ് പെർഫ്യൂഷൻ ഫിക്സേഷൻ എന്ന് പറയുന്നത്. കോമൺലി യൂസ് ചെയ്യുന്ന നമ്മുടെ ലാർജ് ഓർഗൻസിനൊക്കെയാണ് പെർഫ്യൂഷൻ ഫിക്സേഷൻ യൂസ് ചെയ്യുന്നത്. മീൻസ് ബ്രെയിൻ, സ്പൈനൽ കോഡ്, അതേപോലുള്ള ലാർജ് ഓർഗൻസിലാണ് നമ്മൾ പെർഫ്യൂഷൻ ഫിക്സേഷൻ യൂസ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് നമ്മൾ ഇപ്പോൾ ചില ഓർഗൻസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നമുക്കത് സിംപ്ലി ഇമേഴ്സ് ചെയ്തിട്ടാൽ അല്ലെങ്കിൽ നമ്മുടെ ഫിക്സേറ്റീവിൽ ജസ്റ്റ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ചിന്തിക്കുക ഒരു ബ്രെയിൻ അല്ലെങ്കിൽ ഒരു സ്പൈനൽ കോഡ് ഒക്കെ നമുക്ക് ജസ്റ്റ് എടുത്ത്
ഇമേഴ്സ് ചെയ്ത് ഇടാൻ പറ്റത്തില്ല അങ്ങനെ ജസ്റ്റ് ഫിക്സേറ്റീവ് സൊല്യൂഷനിലോട്ട്. അങ്ങനെ ഫിക്സേറ്റീവ് മീൻസ് ഈ ഫിക്സേറ്റീവ് എല്ലാ ഈച്ച് ആൻഡ് എവറി സെല്ലിലോട്ട് ഈ ഫിക്സേറ്റീവ് വന്നാൽ മാത്രമേ നമുക്ക് ഈ ഫിക്സേറ്റീവ് ആക്ട് ചെയ്തു അല്ലെങ്കിൽ ആ സെൽസ് പ്രിസർവ് ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ പെർഫ്യൂഷനിൽ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ പെർഫ്യൂസ് ചെയ്ത് കൊടുക്കുകയാണ് ഫിക്സേറ്റീവ്. ദാറ്റ് മീൻസ് ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ഫിക്സേറ്റീവ്. അതാണ് പെർഫ്യൂഷൻ ഫിക്സേഷനിൽ നമ്മൾ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ലാർജ് ഓർഗൻസ് സച്ച് എസ് ബ്രെയിൻ, സ്പൈനൽ കോഡ് അല്ലെങ്കിൽ ലാർജ് അനിമൽസിന്റെ ഒക്കെ ഇത് മീൻസ് ബോഡി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യാനാണ് നമ്മൾ പെർഫ്യൂഷൻ ഫിക്സേഷൻ യൂസ് ചെയ്യുന്നത്. അതിന് ഗ്രേറ്റർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് റിസർച്ച് വർക്കിലാണ് മെയിൻ ആയിട്ട് പെർഫ്യൂഷൻ ഫിക്സേഷൻ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. അത് എങ്ങനെയാണ് പ്രോസസ്സ് എന്ന് വെച്ചാൽ ഈ ഒരു പിക്ചറിൽ കാണുന്ന പോലെ നമ്മുടെ ഇവിടെ സൈഡിൽ ഒരു പിക്ചർ നിങ്ങൾക്ക് കാണാം. നമ്മളൊരു ഇത് ഫിക്സിംഗ് സൊല്യൂഷൻ നമ്മൾ ബോഡിയിലോട്ട് ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഈ അനിമലിന്റെ ബോഡി നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഇവിടെ നമ്മൾ ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുകയാണ് പെർഫ്യൂഷൻ ഇത് ഫിക്സേറ്റീവ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു ലാർജ് അനിമലിനെയൊക്കെയാണ് പെർഫ്യൂസ് ചെയ്യേണ്ടെങ്കിൽ നമ്മൾ ആ അനിമലിന്റെ അയോട്ട, ഒരു ലാർജ് ആർട്ടറി അയോട്ട നമ്മൾ എക്സ്പോസ് ചെയ്യും. ദാറ്റ് മീൻസ് അയോട്ട നമ്മൾ കട്ട് ചെയ്യും. അയോട്ട അറിയാലോ, ബിഗ് ആർട്ടറിയാണ്, ഹാർട്ടിലുള്ള വലിയൊരു ആർട്ടറിയാണ്. അത് നമ്മൾ കട്ട് ചെയ്തിട്ട് എന്നിട്ട് ഈ ഇത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു വെയിൻ, വേറെ ഒരു ബോഡിയിൽ തന്നെയുള്ള വേറൊരു വെയിനും കൂടെ ജസ്റ്റ് പങ്ക്ചർ ചെയ്യും. ഓക്കെ, പെർഫ്യൂഷൻ ഫിക്സേഷൻ നമ്മൾ സച്ച് ഒരു ലാർജ് ആർട്ടറി ഫസ്റ്റ് കട്ട് ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ വേറൊരു വെയിനും കൂടെ പങ്ക്ചർ ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ വെയിനിലൂടെ നമ്മൾ നോർമൽ സെലൈൻ ബോഡിയിലോട്ട് ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കും. ഓക്കെ, വെയിനിൽ കൂടെ നമ്മൾ ആർട്ടറിയിൽ കൂടെ നമ്മൾ നോർമൽ സെലൈൻ ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കും. ഓക്കെ, ഈ ഒരു പിക്ചറിൽ കാണുന്ന പോലെ ആദ്യം നമ്മൾ ഒരു അനിമലിന്റെ അയോട്ട എക്സ്പോസ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ആ അനിമലിന്റെ തന്നെ ഫിമറൽ വെയിൻ പങ്ക്ചർ ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ ആർട്ടറിയിലൂടെ മീൻസ് അയോട്ടയിലൂടെ നമ്മൾ നോർമൽ സലൈൻ ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇഞ്ചെക്ട് ചെയ്യുന്ന സലൈൻ ഈ പിക്ചറിൽ കാണാം. അത് നമ്മൾ ഈ ഫിമറൽ വെയിനിൽ കൂടെ പാസ് ഔട്ട് ചെയ്യും. ആ ഒരു വെയിൻ നമ്മൾ പങ്ക്ചർ ചെയ്ത വെയിനിൽ കൂടെ ഈ ഇഞ്ചെക്ട് ചെയ്ത സലൈൻ നമ്മൾ പാസ് ഔട്ട് ചെയ്തെടുക്കും. ആദ്യം ആർട്ടറിയിൽ കൂടെ നമ്മൾ സലൈൻ ഇഞ്ചെക്ട് ചെയ്യുന്നു. ദാറ്റ് മീൻസ് സലൈൻ യൂസ് ചെയ്യുന്നത് ആ ഒരു കംപ്ലീറ്റ് ആയിട്ട് ആ ബ്ലഡും ഇതും കൂടെ വാഷ് ഔട്ട് ചെയ്യാനാണ്. ദാറ്റ് മീൻസ് നമുക്ക് ഫിക്സേറ്റീവിനെ ഇഞ്ചെക്ട് ചെയ്യാൻ വേണ്ടി കംപ്ലീറ്റ് ആയിട്ട് ആദ്യം ഇത് ക്ലീൻ ചെയ്യുന്നു. അതിനുവേണ്ടി ആദ്യം ആർട്ടറി കട്ട് ചെയ്ത് അതുവഴി നമ്മൾ ഇത് സലൈൻ ഇഞ്ചെക്ട് ചെയ്ത് അവിടെ ഫുള്ള് വാഷ് ഔട്ട് ചെയ്ത് കളയുന്നു. മീൻസ് വെയിനിൽ കൂടെ ഈ സലൈനും ബ്ലഡും കൂടെ വാഷ് ഔട്ട് ചെയ്യുന്നു. എന്നിട്ട് ഈ ഫിക്സേറ്റീവ് എന്നിട്ട് കുറച്ച് കഴിയുമ്പോഴേക്കും ഈ ആദ്യം കുറച്ച് ബ്ലഡും സലൈനും കൂടെ ഇങ്ങനെ ഈ വെയിനിൽ കൂടെ പുറത്തോട്ട് വരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് കഴിയുമ്പോഴേക്കും ക്ലിയർ ആയിട്ടുള്ള സലൈൻ മാത്രമായിട്ട് ഈ വെയിനിൽ കൂടെ വരാൻ തുടങ്ങും. ആ സമയമാകുമ്പോഴേക്കും നമുക്ക് മനസ്സിലായി ഓക്കെ ബ്ലഡും എല്ലാം ക്ലിയർ ആയി, വെയിൻസിൽ ഇനി ബ്ലഡും ഒന്നും ഇല്ല എന്ന് നമുക്ക് മനസ്സിലായി. ആ സമയം നമ്മൾ എന്ത് ചെയ്യും, തിരിച്ച് സലൈൻ പുറത്തു വരാൻ തുടങ്ങുമ്പോഴേക്കും ഫിക്സേറ്റീവ്, കോമൺലി യൂസ് ചെയ്യുന്ന ഫിക്സേറ്റീവ് എന്ന് പറയുന്നത് 10% ഫോർമൽ സലൈൻ ആണ്. അത് നമ്മൾ ഇത് പങ്ക്ചേർഡ് വെയിനിൽ കൂടെ ഫിക്സേറ്റീവ് ഇഞ്ചെക്ട് ചെയ്ത് തിരിച്ചു വിടും. അതാണ് പെർഫ്യൂഷൻ ഫിക്സേഷനിൽ നടക്കുന്നത്. ഓക്കെ, ദാറ്റ് ഈ ഒരു ഇത് നമ്മൾ തിരിച്ച് ഈ ഒരു ഫിക്സേറ്റീവ് ഇഞ്ചെക്ട് ചെയ്യുന്ന പ്രഷർ എന്ന് പറയുന്നത് 125 millimeter മെർക്കുറിയാണ് യൂസ് ചെയ്യുന്ന പ്രഷർ. സോ അത്രയാണ് പെർഫ്യൂഷൻ ഫിക്സേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് നമ്മുടെ ബ്രെയിനോ സ്പൈനൽ കോഡോ അങ്ങനെയുള്ള ലാർജ് ഓർഗൻസ് ഫിക്സ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. മെയിൻലി റിസർച്ച് വർക്കിലാണ് യൂസ് ചെയ്യുന്നത്. കോമൺലി യൂസ് ചെയ്യുന്ന ഫിക്സേറ്റീവ് എന്ന് പറയുന്നത് 10% ഫോർമാൽ സലൈൻ ആണ്. പിന്നെ നമ്മൾ മെയിൻ ആയിട്ട് റിസർച്ച് പർപ്പസിനാണ് ഈ ഒരു ഫിക്സേറ്റീവ് യൂസ് ചെയ്യുന്നത്. ഇവിടെ എന്താ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ലാർജ് അനിമൽസിനെയൊക്കെയാണ് ഫിക്സ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് നമ്മുടെ ആ അനിമലിന്റെ അയോർട്ട അല്ലെങ്കിൽ അതിന്റെ ഒരു ബിഗ് ആർട്ടറി നമ്മൾ എക്സ്പോസ് ചെയ്യും. എന്നിട്ട് നമ്മൾ അതിന്റെ ഒരു വെയിനും നമ്മൾ സൈമൾട്ടേനിയസ്ലി പങ്ക്ചർ ചെയ്യും. എന്നിട്ട് ആ വെയിൻ വഴി നമ്മൾ ഇത് നോർമൽ സലൈനും എല്ലാം നോർമൽ സലൈൻ നമ്മൾ ആർട്ടറി വഴി ഇഞ്ചെക്ട് ചെയ്ത് വെയിൻ വഴി പുറത്തോട്ട് ഡ്രെയിൻ ഔട്ട് ചെയ്യും. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും ഈ ആദ്യം സലൈനും ബ്ലഡും കൂടെ വെയിൻ വഴി പുറത്തു വരും. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ക്ലിയർ സലൈൻ വന്നു തുടങ്ങുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് മനസ്സിലായി അതിനകത്ത് ബ്ലഡ് എല്ലാം ക്ലിയർ ആയത്. ആ സമയത്ത് നമ്മൾ ഈ വെയിൻ വഴി ഒരു 125 millimeter മെർക്കുറി പ്രഷർ അപ്ലൈ ചെയ്ത് നമ്മൾ തിരിച്ച് ഫിക്സേറ്റീവ് സൊല്യൂഷൻ നമ്മൾ ഈ ബോഡിയിലോട്ട് ഇഞ്ചെക്ട് ചെയ്യും. ഇങ്ങനെയാണ്
നമ്മൾ ബിഗ് അനിമൽസിലൊക്കെ പെർഫ്യൂഷൻ ഫിക്സേഷൻ ചെയ്യുന്നത്. സോ അപ്പോൾ നമ്മൾ ഇമേർഷൻ ഫിക്സേഷൻ ഡിസ്കസ് ചെയ്തു, പെർഫ്യൂഷൻ ഫിക്സേഷനും ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് ടൈപ്പാണ് വേപ്പർ ഫിക്സേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വേപ്പർ ഫിക്സേഷൻ ആണ്. വേപ്പർ ഫിക്സേഷൻ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത് നമ്മുടെ ഇംപ്രിന്റ്സ്, ബ്ലഡ് സ്മിയേഴ്സ്, അതേപോലുള്ള സാമ്പിൾസിനാണ് നമ്മൾ വേപ്പർ ഫിക്സേഷൻ യൂസ് ചെയ്യുന്നത്. ഇവിടെ കോമൺലി വേപ്പർ ഫിക്സേഷന് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഫിക്സേറ്റീവ്സ് എന്തൊക്കെയാന്ന് വെച്ചാൽ ഫോർമാൽഡിഹൈഡ്, ഗ്ലൂട്രാൽഡിഹൈഡ്, ഓസ്മിയം ടെട്രോക്സൈഡ്, ആൽക്കഹോൾ പോലത്തെ ഫിക്സേറ്റീവ്സ് ഒക്കെയാണ് നമ്മൾ വേപ്പർ ഫിക്സേഷന് യൂസ് ചെയ്യുന്നത്. സോ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ വേപ്പർ ഫിക്സേഷൻ യൂസ് ചെയ്യുന്ന സാമ്പിൾ ടൈപ്സ് ഇംപ്രിന്റ്സും ബ്ലഡ് സ്മിയേഴ്സും. പെർഫ്യൂഷൻ ഫിക്സേഷൻ ഏതൊക്കെ സാമ്പിൾസിനാണ്? ബ്രെയിൻ, സ്പൈനൽ കോഡ്, ലാർജ് അനിമൽസ് പോലുള്ള സാമ്പിൾസിനാണ്. ഓക്കെ, ഇമേർഷൻ ഫിക്സേഷൻ നമ്മൾ റുട്ടീനായിട്ട് യൂസ് ചെയ്യുന്നു. സോ ഏതൊക്കെ സാമ്പിൾസിന് ഏതൊക്കെ ടൈപ്പ് ഓഫ് ഫിക്സേറ്റീവ്സ് യൂസ് ചെയ്യുമെന്ന് നമുക്ക് ഒരു ക്ലിയർ പിക്ചർ ഐഡിയ വേണം. അതേപോലെ തന്നെ ഏതൊക്കെ ഫിക്സേറ്റീവ്സ് ആണ് ഏതൊക്കെ ടൈപ്പ് ഓഫ് ഫിക്സേഷൻ യൂസ് ചെയ്യുന്നതെന്നും നമ്മൾ പക്കയായിട്ട് അറിഞ്ഞിരിക്കണം. സോ വേപ്പർ ഫിക്സേഷൻ, കമ്മിങ് ബാക്ക് ടു വേപ്പർ ഫിക്സേഷൻ. വേപ്പർ ഫിക്സേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇംപ്രിന്റ്സിനും ബ്ലഡ് സ്മിയേഴ്സിനാണ്. കോമൺലി വേപ്പർ ഫിക്സേഷൻ യൂസ് ചെയ്യുന്ന റീജൻസ് എന്തൊക്കെയാന്ന് വെച്ചാൽ ഫോർമാൽഡിഹൈഡ്, ഗ്ലൂട്രാൽഡിഹൈഡ്, ഓസ്മിയം ടെട്രോക്സൈഡ് ആൻഡ് ആൽക്കഹോൾ. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് വേപ്പർ ഫിക്സേഷനിൽ എന്താണ് നടക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ യൂഷ്വലി വേപ്പർ ഫിക്സേഷൻ യൂസ് ചെയ്യുന്ന പർപ്പസ് എന്താന്ന് വെച്ചാൽ നമുക്കിപ്പോ ചില നമ്മുടെ സെൽസിനകത്ത് ചില വാട്ടർ സോല്യൂബിൾ ആയിട്ടുള്ള കമ്പോണൻസ് ആണ്. നമുക്കിപ്പോ ചില കമ്പോണൻസ് നമുക്ക് സെൽസിൽ സ്റ്റഡി ചെയ്യാനുള്ളത് ചിലത് വാട്ടർ സോല്യൂബിൾ ആയിട്ടുള്ളതായിരിക്കും. മീൻസ് നമ്മളിപ്പോ ഒരു ഫിക്സേറ്റീവ് സൊല്യൂഷനിലാണ് ഈ വാട്ടറിലൊക്കെ ഇട്ടാൽ നമുക്ക് വേണ്ടത് ചിലപ്പോൾ സൊല്യൂബിൾ ആയി പോവുമായിരിക്കും. ആ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ഈ വേപ്പർ ഫിക്സേഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വേപ്പർ ഫിക്സേറ്റീവ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മുടെ ഈ സെൽസിനകത്തുള്ള ഈ വാട്ടർ സൊല്യൂബിൾ ആയിട്ടുള്ള ടിഷ്യൂസിനകത്തുള്ള വാട്ടർ സൊല്യൂബിൾ ആയിട്ടുള്ള കമ്പോണൻസിനെ ഇൻസൊല്യൂബിൾ ആയിട്ട് മാറ്റും. മീൻസ് ആ വേപ്പർ കൊടുത്ത് നമ്മൾ അതിനെ ആദ്യം ഇൻസൊല്യൂബിൾ ആക്കി മാറ്റും. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് പിന്നെ ഇത് നമുക്ക് ഫെർദർ ട്രീറ്റ്മെന്റ് ചെയ്യാം. അപ്പോഴേക്കും നമ്മൾ വേറെ എന്തെങ്കിലും വാട്ടറോ നോൺ അക്വസ് ആയിട്ടുള്ള സോൾവെന്റ്സോ ഒക്കെ ആയിട്ട് കോണ്ടാക്ട് വന്നാലും നമുക്ക് പിന്നെ ഇഷ്യൂ വരുന്നില്ല. നമ്മൾ വേപ്പർ പാസ് ചെയ്ത് ഈ വാട്ടർ സൊല്യൂബിൾ ആയിട്ടുള്ള കമ്പോണൻസിനെ നമ്മൾ ഇൻസൊല്യൂബിൾ ആയിട്ട് മാറ്റുകയാണ്. എന്നിട്ട് നമ്മൾ ഫെർദർ ട്രീറ്റ്മെന്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പിന്നെ അങ്ങനെ ഒരു ഇഷ്യൂ വരുന്നില്ല. ആ പർപ്പസസിലാണ് നമ്മൾ മെയിൻ ആയിട്ട് വേപ്പർ ഫിക്സേഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഫോർമാൽഡിഹൈഡ് ഗ്യാസ് തന്നെയാണ് വേപ്പർ ഫിക്സേഷന്റെ പർപ്പസിൽ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് അതിൽ കോമൺ ആയിട്ട് നമ്മൾ ഈ ഫോർമാൽഡിഹൈഡ് ഗ്യാസ് യൂസ് ചെയ്യുന്ന പർപ്പസ് എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ നമ്മുടെ എൻസൈം സ്റ്റഡീസിന് വേണ്ടി 5-ഹൈഡ്രോക്സി ട്രിപ്റ്റമൈൻസും കാറ്റകൊളാമൈൻസിനെയൊക്കെ ഫ്ലൂറസെന്റ് കോമ്പൗണ്ട്സ് കിട്ടാൻ വേണ്ടി കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോർമാൽഡിഹൈഡ് ഗ്യാസ് യൂസ് ചെയ്യുന്നതാണ് മോസ്റ്റ് കോമൺ ആപ്ലിക്കേഷൻ ഓഫ് വേപ്പർ ഫിക്സേഷൻ എന്ന് പറയുന്നത്. സോ ഓക്കെ, അപ്പോൾ വേപ്പർ ഫിക്സേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു, പറഞ്ഞു നമ്മൾ വേപ്പർ ഫിക്സേഷൻ യൂസ് ചെയ്യുന്നത് സോല്യൂബിൾ പ്രോഡക്ട്സിനെ ഇൻസൊല്യൂബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് ഡിസ്കസ് ചെയ്തത്. സോ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന വേപ്പർ ഫിക്സേറ്റീവ്സ് ആണ് ആൽഡിഹൈഡ് സച്ച് എസ് ഫോർമാൽഡിഹൈഡ്, ഗ്ലൂട്രാൽഡിഹൈഡ്, അക്രോലീൻ, പിന്നെ ഓസ്മിയം ടെട്രോക്സൈഡ്. ഓസ്മിയം ടെട്രോക്സൈഡ് കോമൺലി യൂസ് ചെയ്യുന്നത് 37 ഡിഗ്രി സെൽഷ്യസിൽ 1 hour ഒക്കെയാണ് നമ്മൾ ഓസ്മിയം ടെട്രോക്സൈഡ് യൂസ് ചെയ്യുന്നത്. പിന്നെ ക്രോമൈഡ് ക്ലോറൈഡ്, എത്തനോള് കോമൺലി യൂസ് ചെയ്യുന്നത് 60 ഡിഗ്രി സെൽഷ്യസിലാണ്. പിന്നെ ഡൈഈഥൈൽ പൈറോകാർബണേറ്റ്, ബെൻസോക്വിനോൺ ആൻഡ് ഡൈഅസെറ്റൈൽ. ദീസ് ആർ ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് വേപ്പർ ഫിക്സേറ്റീവ്. അപ്പോൾ കഴിഞ്ഞ ഒരു എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, കുറച്ച് ഫിക്സേറ്റീവ്സിന്റെ എക്സാമ്പിൾ തന്നിട്ട് അതിൽ നിന്ന് വേപ്പർ ഫിക്സേറ്റീവ്സ് ഏതൊക്കെയാണെന്ന് ചൂസ് ചെയ്യാം. മീൻസ് വേപ്പർ ഫിക്സേറ്റീവ് അല്ലാത്തത് ചൂസ് ചെയ്യാം. സോ ഇത് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക, ഏതൊക്കെയാണ് വേപ്പർ ഫിക്സേറ്റീവ്സ്. എല്ലാ ഫിക്സേഷന്റെ അണ്ടറിൽ വരുന്നത് ഏതൊക്കെ ഫിക്സേറ്റീവ്സ് ആണ് നമ്മൾ അപ്പോൾ നോട്ട് ചെയ്ത് പോകണം. Okay, so the commonly used vapor fixatives are aldehydes, osmium tetroxide, chromate chloride, ethanol, diethyl pyrocarbonate, benzoquinone and diacetyl. Okay, so aldehydes വരുന്നതാണ് ഫോർമാൽഡിഹൈഡ്, ഗ്ലൂട്രാൽഡിഹൈഡ്, അക്രോലീൻ ഒക്കെ. അപ്പോൾ ഫോർമാൽഡിഹൈഡ് ആണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത്. സോ അത്രയാണ് നമുക്ക് വേപ്പർ ഫിക്സേറ്റീവിൽ പറയാനുള്ളത്. നെക്സ്റ്റ് ഫിക്സേഷൻ എന്ന് പറയുന്നതാണ് കോട്ടിംഗ് ഓർ സ്പ്രേ ഫിക്സേഷൻ.
ഓക്കെ. ഈ കോട്ടിംഗ് ഓർ സ്പ്രേ ഫിക്സേഷൻ എന്ന് പറയുന്നത് നമ്മൾ കോമൺലി സൈറ്റോളജിക്കൽ സാമ്പിൾസിനാണ് ഈ കോട്ടിംഗ് ഓർ സ്പ്രേ ഫിക്സേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് മെയിൻ ആയിട്ട് ഈ സ്ലൈഡ്സ് അല്ലെങ്കിൽ സാമ്പിൾസ് നമുക്ക് ഡിസ്റ്റന്റ് പ്ലേസസിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യേണ്ട കേസസിലാണ് നമ്മൾ കോട്ടിംഗ് ഓർ സ്പ്രേ ഫിക്സേഷൻ യൂസ് ചെയ്ത് വരുന്നത്, എസ്പെഷ്യലി ഫോർ സൈറ്റോളജി സാമ്പിൾസ്. സോ ഇതിൽ മെയിൻ ആയിട്ടുള്ളത് ഈ ഫിക്സേറ്റീവ്സിൽ മെയിൻ ആയിട്ട് വാട്ടർ സൊല്യൂബിൾ ആയിട്ടുള്ള പോളിമേഴ്സ് ആണ് ഉള്ളത്. സോ വേപ്പർ ഫിക്സേറ്റീവ്സ് കണ്ടെയ്ൻ വാട്ടർ സൊല്യൂബിൾ പോളിമേഴ്സ്. അപ്പോഴേക്കും ഇത് മീൻസ് ഈ വേപ്പർ സ്പ്രേ ഫിക്സേറ്റീവ്സ് യൂസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഡിസ്റ്റൻസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. 10 to 12 ഇഞ്ചസ് ആയിരിക്കണം. നമ്മൾ പേപ്പർ സ്പ്രേ ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ആ സ്ലൈഡും ആ ഫിക്സേറ്റീവിന്റെ സ്പ്രേയുടെ നോസിലും ആയിട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ മെഷർമെന്റ് കറക്റ്റ് ഓർത്ത് വെച്ചേക്കണം. 10 to 12 ഇഞ്ചസ് ആണ് ആ മെഷർമെന്റ് എന്ന് പറയുന്നത്. ആ സ്ലൈഡും ആ സ്പ്രേ നോസിലും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 10 to 12 ഇഞ്ചസ് ആണ്. ഇപ്പോൾ ഈ സ്പ്രേ നമ്മൾ ടു ക്ലോസ് ഹെൽഡ് ചെയ്യുകയാണെങ്കിൽ ഈ സ്പ്രേയുടെ ഫോഴ്സ് കൊണ്ട് നമ്മുടെ സെൽസും സ്മിയേഴ്സും ഒക്കെ ഡിസ്ലോഡ്ജ് ആവാൻ ചാൻസ് ഉണ്ട്. ഇനിയിപ്പോ നമ്മൾ ഡിസ്റ്റൻസ് ഇതിനേക്കാളും കൂടുതൽ കീപ്പ് ചെയ്യുകയാണെന്ന് വെച്ചോ, അപ്പൊ എന്ത് സംഭവിക്കും? നമ്മുടെ ഈ ഒരു സ്പ്രേയിങ്ങിന്റെ ഫോഴ്സ് കാരണം നമ്മുടെ സെൽസിന് ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള ഡാമേജ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഇതിന്റെ സമയത്ത് ഈ സ്പ്രേ ഫിക്സേറ്റീവ്സിന്റെ വേറൊരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ആർട്ടിഫാക്ട്സ് സെൽസിന് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആർട്ടിഫാക്ട്സ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതാണ് ഇതിന്റെ ഒരു മേജർ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ കോമൺലി യൂസ്ഡ് സ്പ്രേ ഫിക്സേറ്റീവ്സ് ആണ് കാർബോവാക്സ് അങ്ങനെയുള്ളതൊക്കെ. അത് സൈറ്റോളജിയിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പോയി നമ്മൾ പഠിക്കും. ഇവിടെ ഇതിനധികം ആപ്ലിക്കേഷൻ ഇല്ല ഈ സ്പ്രേ ഫിക്സേറ്റീവ്സിന്. ഓക്കെ. അപ്പോൾ അതിൽ മെയിൻ ആയിട്ട് നോക്കി വെക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് ഓഫ് ദ നോസൽ ഓഫ് ദ സ്പ്രേ ആൻഡ് ദ സ്ലൈഡ്, അത് 10 to 12 ഇഞ്ചസ് ആണ്. അതാണ് മെയിൻ ആയിട്ട് ഇതിൽ നോട്ട് ചെയ്ത് വെക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത് ഇമേർഷൻ ഫിക്സേഷൻ ഡിസ്കസ് ചെയ്തു, പെർഫ്യൂഷൻ ഡിസ്കസ് ചെയ്തു, വേപ്പർ ഫിക്സേഷൻ ഡിസ്കസ് ചെയ്തു, കോട്ടിംഗ് ഓർ സ്പ്രേ ഫിക്സേഷൻ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് ടെക്നിക് ആണ് ഫ്രീസ് ഡ്രൈയിങ് ടെക്നിക് എന്ന് പറയുന്നത്. ഓക്കെ. ഫ്രീസ് ഡ്രൈയിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫിക്സേഷൻ ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഫ്രീസ് ഡ്രൈയിങ് ടെക്നിക് എന്ന് പറയുന്നത്. ഇതിൽ മെയിൻ ആയിട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു റാപ്പിഡ് ഫ്രീസിങ് ആണ്. പെട്ടെന്ന് -160°C റാപ്പിഡ് ആയിട്ട് ഫ്രീസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഈ ഫ്രീസ് ഡ്രൈയിങ് എന്ന് പറയുന്നത്. മീൻസ് നമ്മുടെ ഫിക്സേറ്റീവിന് ഒരു ഓൾട്ടർനേറ്റീവ് എന്ന് പറയാം. ഇവിടെ നടക്കുന്നത് നിങ്ങൾക്ക് ഈ പിക്ചർ കണ്ടാൽ അറിയാം. ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ ഈ ഒരു പിക്ചർ ഉണ്ട്. ഇതിപ്പോ ഫോർ എക്സാമ്പിൾ ഇതൊരു സൂപ്പാണ് കാണിച്ചത്. കുക്ക് ചെയ്യുന്നത് ഒരു സൂപ്പ് കുക്ക് ചെയ്യാണെന്ന് വെച്ചോ. അതിൽ ഇഷ്ടംപോലെ ഇൻഗ്രീഡിയൻസ് ഉണ്ട്. വാട്ടർ, ഈ വൈറ്റ് കളറിൽ ഇരിക്കുന്നതാണ് വാട്ടർ. ഈ വാട്ടർ നമ്മുടെ ഈ സൂപ്പിനെ നിങ്ങൾ നമ്മുടെ ടിഷ്യൂ ആയിട്ട് എടുക്കണം. അപ്പോൾ ഇതിൽ ഫിക്സേറ്റീവ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇത് വാട്ടർ സൊല്യൂബിൾ ആയിട്ട് പോകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇതിനെ -160 to -180 നമ്മൾ എന്ത് ചെയ്യും? ഈ ഐസോപെന്റേൻ കൂൾഡ് ബൈ ലിക്വിഡ് നൈട്രജൻ അല്ലെങ്കിൽ ലിക്വിഡ് നൈട്രജൻ വെച്ച് കൂൾ ചെയ്ത ഐസോപെന്റേനിലോട്ട് നമ്മൾ ഈ സാമ്പിൾസിനെ ഇമേഴ്സ് ചെയ്യാണ് ചെയ്യുന്നത്. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ ക്വെഞ്ചിങ് എന്ന് പറയുന്നത്. സോ ഈ ക്വെഞ്ചിങ് സ്റ്റെപ്പ് നടക്കുന്നത് -160 to -180 ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ടിഷ്യൂനെ നമ്മൾ ഇമേഴ്സ് ചെയ്യാണ്. ഇമീഡിയറ്റ്ലി നമ്മൾ ഈ ടിഷ്യൂവിനെ ഐസോപെന്റേൻ ലിക്വിഡ് നൈട്രജൻ വെച്ച് കൂൾ ചെയ്ത ഐസോപെന്റേനിൽ ഒരു -160 to -180 കൂൾ ചെയ്ത ഐസോപെന്റേനിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ടിഷ്യൂവിനെ ഇമേഴ്സ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യും? റാപ്പിഡ് ആയിട്ട് ഈ വാട്ടർ എന്ത് ചെയ്യും? ഐസ് ക്രിസ്റ്റൽസ് ആയിട്ട് മാറും. ഓക്കെ, ഐസ് ക്രിസ്റ്റൽസ് ആയിട്ട് മാറും. നിങ്ങൾക്ക് നോക്കാം, ഈ സൂപ്പ് ഇപ്പോൾ നമ്മൾ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ നമുക്ക് അതുകൊണ്ട് ഫിക്സേറ്റീവിൽ ഇട്ടാൽ ഒന്നും കിട്ടത്തില്ല, അതെല്ലാം സൊല്യൂബിൾ ആയി പോകും. ഇതിപ്പോ റാപ്പിഡ് ആയിട്ട് നമ്മുടെ ടിഷ്യൂ എന്തായി? ഫ്രീസ് ആയി. ടിഷ്യൂ ഫ്രീസ് ചെയ്ത് നമുക്ക് അതൊരു ഫ്രീസ്ഡ് ഫോമില് നല്ല ഹാർഡ് ആയിട്ട് കിട്ടിയേക്കാണ്. സോ ഈ വാട്ടർ മോളിക്യൂൾസ് എന്തായിട്ട് മാറി? ഐസ് ക്രിസ്റ്റൽസ് ആയിട്ട് മാറി. ഓക്കെ, നമ്മൾ ആദ്യം ഇതിനെ റാപ്പിഡ്ലി ഫ്രീസ് ചെയ്തു, വളരെ ലോ ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചറിൽ റാപ്പിഡ്ലി ഫ്രീസ് ചെയ്തു, അതിനെ ഐസ് ക്രിസ്റ്റൽസ് ആക്കി മാറ്റി. ഇനി ഐസിനെ നമ്മൾ എന്ത് ചെയ്യും? സബ്ലിമേഷൻ ചെയ്യും. സബ്ലിമേഷൻ എന്താണെന്ന് അറിയാലോ? ഡയറക്ട്ലി ഐസിൽ നിന്ന് വാട്ടർ വേപ്പർ ആവുന്ന പ്രോസസ്സ്. മീൻസ് ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്ത് നെക്സ്റ്റ് ഫേസ് ഓഫ് മാറ്ററിലോട്ട് പോകുന്ന പ്രോസസ്സാണ് സബ്ലിമേഷൻ എന്ന് പറയുന്നത്. സോ ഈ ക്വെഞ്ചിങ് വഴി നമ്മൾ ഐസ് ക്രിസ്റ്റൽസ് ആക്കിയ ക്രിസ്റ്റൽസിനെ ഇവിടെ ഇപ്പൊ നിങ്ങൾക്ക് കാണാം, ടിഷ്യൂലെ ഐസ് ക്രിസ്റ്റൽസ് അതേപോലെ ഇരിപ്പുണ്ട്. അതിനെ നമുക്ക് റീപ്ലേസ് ചെയ്ത് ആ പ്ലേസിൽ നമുക്ക് അത് ഫിക്സേറ്റീവ് വരെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഈ ഒരു ഐസിനെ ഫിക്സേറ്റീവ് ആ ഒരു പ്ലേസിൽ നമ്മുടെ ബാക്കി
എംബഡിങ് മീഡിയം എന്താന്ന് വെച്ചാൽ പെനട്രേറ്റ് ചെയ്യാണ് നമുക്ക് ഇവിടെ ചെയ്യേണ്ടത്. സോ നമ്മൾ എന്ത് ചെയ്യും, ഈ ഐസ് നമ്മൾ എന്ത് ചെയ്യും, സബ്ലിമേഷൻ ചെയ്യും. അപ്പോൾ ഈ ഐസ് എന്തായി മാറും, വാട്ടർ വേപ്പർ ആയിട്ട് പെട്ടെന്ന് തന്നെ ഇവോപ്പറേറ്റ് ചെയ്ത് പോകും. മീൻസ് വാട്ടർ ആവാതെ ഇത് വാട്ടർ വേപ്പർ ആയിട്ട് ഈ ഐസ് റിമൂവ് ആയി പോകും. എന്നിട്ട് ഈ ടിഷ്യൂവിനെ നമ്മൾ ഡ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഡയറക്ട്ലി വേറെ സ്റ്റെപ്സ് ഒന്നും ഇല്ല ഇവിടെ, നേരെ ഇംപ്രഗ്നേഷൻ മീൻസ് പാരഫിൻ വാക്സ് ഇംപ്രഗ്നേഷനിലോട്ടാണ് ഈ ടിഷ്യൂ പോകുന്നത്. ജസ്റ്റ് കട്ട് ചെയ്തെടുക്കുന്നു, അല്ലെങ്കിൽ ഏതാണോ ഇംപ്രഗ്നേറ്റിംഗ് മീഡിയ അതിലോട്ട് കറസ്പോണ്ടിങ് ആയിട്ട് പോകും. അത് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നു, നമുക്ക് വേണ്ട സെക്ഷൻസ് എടുക്കുന്നു, അത് എക്സാമിൻ ചെയ്യുന്നു. അതാണ് ചെയ്യുന്നത്. ഇത്രയാണ് ഫ്രീസ് ഡ്രൈയിങ്ങിൽ സംഭവിക്കുന്നത്. എന്നിട്ട് ഓക്കെ, ഇത് ക്ലിയർ ആണെന്ന് തോന്നുന്നു. മീൻസ് ആദ്യം ക്വെഞ്ചിങ് -160 to -180 ഡിഗ്രി സെൽഷ്യസിൽ കൂൾ ചെയ്ത് ലിക്വിഡ് നൈട്രജനിൽ കൂൾ ചെയ്ത് ഐസോപെന്റൈനിൽ ടിഷ്യൂവിനെ ഇമേഴ്സ് ചെയ്യുന്നു. ആ ഒരു സ്റ്റെപ്പ് ക്വെഞ്ചിങ് എന്ന് പറയും. അപ്പോഴേക്കും നമ്മുടെ അതിലുള്ള വാട്ടറുകളെല്ലാം ഐസ് ക്രിസ്റ്റൽസ് ആയിട്ട് മാറും. ഈ ഐസ് ക്രിസ്റ്റൽസിനെ റാപ്പിഡ്ലി നമ്മൾ സബ്ലിമേഷൻ വഴി -30 to 60 ഡിഗ്രി സെൽഷ്യസിൽ ഫോസ്ഫറസ് ഇത് സബ്ലിമേഷൻ വഴി നമ്മൾ ഡയറക്റ്റ് വാട്ടർ വേപ്പർ ആക്കി ഈ ഐസ് ക്രിസ്റ്റൽസിനെ റിമൂവ് ചെയ്യും. എന്നിട്ട് നെക്സ്റ്റ് നമ്മുടെ അപ്രോപ്രിയേറ്റ് എംബഡിങ് മീഡിയത്തിൽ അത് കഴിഞ്ഞ് നമ്മൾ ഇതിനെ ഡ്രൈ ചെയ്യും. ഈ ടിഷ്യൂവിനെ ഫോസ്ഫറസ് പെന്റോക്സൈഡ് വെച്ച് യൂസ് ചെയ്ത് നമ്മൾ ഡ്രൈ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, അപ്രോപ്രിയേറ്റ് ഇംപ്രഗ്നേറ്റിംഗ് മീഡിയത്തിലിട്ട് നമ്മൾ ഇംപ്രഗ്നേഷൻ ചെയ്ത് ബാക്കി പ്രോസസ്സ് അണ്ടർഗോ ചെയ്യാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ബാക്കി സ്റ്റെപ്സ് എന്താന്ന് വെച്ചാൽ ചെയ്യും. ഇതിന്റെ മേജർ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഫ്രീസ് ഡ്രൈയിങ്ങിന്റെ അത് അധികം ഷ്രിങ്കേജ് ഉണ്ടാക്കത്തില്ല. നിങ്ങൾക്കറിയാം, ഇപ്പൊ ഫിക്സേറ്റീവിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ടിഷ്യൂസ് ഷ്രിങ്ക് ചെയ്യാനൊക്കെ ഉള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ പെട്ടെന്നാണ് റാപ്പിഡ്ലി ഫ്രീസ് ചെയ്യുന്നു, റാപ്പിഡ്ലി സബ്ലിമേഷൻ നടക്കുന്നു. ഇത്രയൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ ഷ്രിങ്കേജ് വളരെ മിനിമം ആണ്. പിന്നെ ഇത് കോമൺലി യൂസ് ചെയ്യുന്നത് നമ്മുടെ എൻസൈം സ്റ്റഡീസിനൊക്കെയാണ്. ഈ എൻസൈം സ്റ്റഡീസ് ഒക്കെ ആകുമ്പോഴേക്കും നമ്മൾ ഫിക്സേറ്റീവ്സിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ റിയാക്ഷൻസോ അല്ലെങ്കിൽ എൻസൈം റിയാക്ഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ അത് പ്രിവെന്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു മെത്തേഡ് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ നമ്മുടെ പ്രോട്ടീൻസിനൊക്കെ വളരെ ലിറ്റിൽ ഓൾട്രേഷൻസ് ഒക്കെ ഉണ്ടാകുന്നത് വളരെ മിനിമം ആയിരിക്കും. അതേപോലെ തന്നെ ഗ്ലൈക്കജൻ ലോസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പ്രിവെന്റ് ചെയ്യാം. ഇത്രയാണ് ഫ്രീസ് ഡ്രൈയിങ്ങിൽ പറയാനുള്ളത്. ദാറ്റ് മീൻസ് ഫ്രീസ് ഡ്രൈയിങ് എന്ന് പറയുന്നത് നമ്മൾ ഫിക്സേഷന് ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഫ്രീസ് ഡ്രൈയിങ് എന്ന് പറയുന്നത്. ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മൾ വാട്ടർ ക്രിസ്റ്റൽസിനെ മീൻസ് നമ്മുടെ ടിഷ്യൂസിനെ -160 റാപ്പിഡ്ലി ഫ്രീസ് ചെയ്ത് നമ്മൾ വാട്ടർ മോളിക്യൂൾസിനെ ഐസ് ആക്കും. എന്നിട്ട് അതിനെ സബ്ലിമേഷൻ വഴി വാട്ടർ വേപ്പർ ആയിട്ട് റിമൂവ് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ സ്യൂട്ടബിൾ വേപ്പർ ഫിക്സേറ്റീവ് യൂസ് ചെയ്ത് ഫിക്സ് ചെയ്യാം, അല്ലെങ്കിൽ സ്യൂട്ടബിൾ എംബഡിങ് മീഡിയ യൂസ് ചെയ്ത് എംബഡ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ അത് ഡയറക്ട്ലി എക്സാമിനേഷന് ചെയ്യുന്നു. ഇത്രയാണ് മെയിൻ ആയിട്ട് ഇതിൽ വേപ്പർ ഫിക്സേഷനിൽ പറയാനുള്ളത്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഫിക്സേഷൻ ഈസ് മൈക്രോവേവ് ഫിക്സേഷൻ ഓഫ് സ്റ്റെബിലൈസേഷൻ. ഓക്കെ, നെക്സ്റ്റ് ടൈപ്പ് ഈസ് മൈക്രോവേവ് സ്റ്റെബിലൈസേഷൻ. ഇവിടെ എന്ന് പറയുമ്പോഴേക്കും നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ വിസിബിൾ ലൈറ്റ് അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം യൂസ് ചെയ്ത് വിസിബിൾ ലൈറ്റ് അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് സ്പെക്ട്രം യൂസ് ചെയ്ത് നമ്മൾ ഫിക്സ് ചെയ്യുന്ന ടെക്നിക്കാണ് ഇവിടെ പറയുന്നത്. ഇതിൽ ടിഷ്യൂസിനെ നമ്മൾ ആദ്യം ഒരു 4 hour 10% ഫോർമാനിൽ നമ്മൾ ഡിപ്പ് ചെയ്തിടും, ഇമേഴ്സ് ചെയ്തിടും. മീൻസ് ഒരു 4 hour 10% ഫോർമാനിൽ നമ്മൾ ടിഷ്യൂസിനെ, നമുക്ക് ട്രീറ്റ് ചെയ്യേണ്ട ടിഷ്യൂസിനെ ഇമേഴ്സ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് സലൈനിലിട്ട് മൈക്രോവേവ് ഇറാഡിയേഷൻ ചെയ്യുന്നു. ഒരു 1.5 minutes നമ്മൾ സലൈനിലിട്ട് മൈക്രോവേവ് ഇറാഡിയേഷൻ ചെയ്യുന്ന ടെക്നിക്കാണ് മൈക്രോവേവ് ഫിക്സേഷനോ സ്റ്റെബിലൈസേഷൻ എന്ന് പറയുന്നത്. ഇതിന് പ്രത്യേകിച്ച് മീൻസ് ഇത് നല്ലൊരു ടെക്നിക്കാണ്. നമുക്ക് സ്പെഷ്യൽ സ്റ്റെയിൻസിനോ അല്ലെങ്കിൽ ടിഷ്യൂസിനോ ഒന്നും ഇത് അധികം ഹാർംഫുൾ എഫക്ട്സ് ഒന്നും ഈ ഒരു ടെക്നിക്ക് ഓഫ് ഫിക്സേഷൻ ഉണ്ടാക്കത്തില്ല. അതേപോലെ തന്നെ ഇത് നമ്മുടെ ആന്റിജൻ പ്രിസർവേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഫിക്സേഷൻ ടെക്നിക്ക് എന്ന് പറയുന്നത്. ഇത്രയാണ് മൈക്രോവേവ് ഫിക്സേഷൻ ഓഫ് സ്റ്റെബിലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ടൈപ്സ് ഓഫ് ഫിക്സേഷൻ എന്ന് പറയുന്നത്. സോ ടൈപ്സ് ഓഫ് ഫിക്സേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇമേർഷൻ ഫിക്സേഷൻ, പെർഫ്യൂഷൻ ഫിക്സേഷൻ, വേപ്പർ ഫിക്സേഷൻ, കോട്ടിംഗ് ഓർ സ്പ്രേ ഫിക്സേഷൻ, ഫ്രീസ് ഡ്രൈയിങ്, മൈക്രോവേവ് ഫിക്സേഷൻ ഓഫ് സ്റ്റെബിലൈസേഷൻ. അതിൽ ഇമേർഷൻ ഫിക്സേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ജസ്റ്റ് ഈ ഒരു ടിഷ്യൂവിനെ ജസ്റ്റ് ഇമേഴ്സ് ചെയ്തിടുന്നു. നമ്മുടെ ഇതിലോട്ട് ജസ്റ്റ് ഇമേഴ്സ് ചെയ്തിടുന്ന ടെക്നിക്കാണ് ഇമേർഷൻ ഫിക്സേഷൻ എന്ന് പറയുന്നത്. ഫിക്സേറ്റീവിലോട്ട് ജസ്റ്റ് സിംപ്ലി നമ്മൾ ടിഷ്യൂവിനെ ഇമേഴ്സ് ചെയ്യുന്നു.
പിന്നെ പെർഫ്യൂഷൻ ഫിക്സേഷൻ എന്ന് പറയുമ്പോൾ ബ്രെയിൻ, സ്പൈനൽ കോഡ് അതേപോലെ ലാർജ് ഓർഗൻസിനാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. കോമൺലി യൂസ് ചെയ്യുന്ന ഫിക്സേറ്റീവ് 10% ഫോർമൽ സലൈനാണ്. അത് ലാർജ് അനിമൽസ് റിസർച്ച് വർക്കിലൊക്കെയാണ് പെർഫ്യൂഷൻ ഫിക്സേഷൻ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് നമുക്കിപ്പോൾ ബിഗ് ഓർഗൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഫിക്സേറ്റീവ് ജസ്റ്റ് ഇമേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഫിക്സേറ്റീവ് ആ ഓർഗന്റെ എല്ലാ പാർട്സിലും എത്തത്തില്ല. പകരം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻജെക്ട് ചെയ്യുകയാണ് ഫിക്സേറ്റീവ്. സോ അങ്ങനെ ഇൻജെക്ട് ചെയ്യുന്ന ടെക്നിക്കിനെയാണ് നമ്മൾ ഇമേർഷൻ ഇത് പെർഫ്യൂഷൻ ഫിക്സേഷൻ എന്ന് പറയുന്നത്. സോ അതാണ് പെർഫ്യൂഷൻ ഫിക്സേഷൻ. നെക്സ്റ്റ് വേപ്പർ ഫിക്സേഷൻ പറഞ്ഞു. അത് മെയിൻ ആയിട്ട് ഇംപ്രിന്റ്സിനും ബ്ലഡ് സ്മിയേഴ്സിനും ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. കോമൺലി യൂസ് ചെയ്യുന്ന വേപ്പർ ഫിക്സേറ്റീവ്സ് എന്ന് പറയുന്നത് ഫോമാൽഡിഹൈഡ്, ഗ്ലൂട്രാൽഡിഹൈഡ്, ഓസ്മിയം ടെട്രോക്സൈഡ്, ആൽക്കഹോൾ ഒക്കെയാണ് കോമൺലി യൂസ്ഡ് വേപ്പർ ഫിക്സേറ്റീവ്സ്. ഇത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മുടെ സെൽസിന്റെ കോൺസ്റ്റുവൻസി ഇപ്പോൾ വാട്ടർ സോല്യൂബിൾ ആണെങ്കിൽ അതിനെ വേപ്പർ ഫിക്സേഷൻ യൂസ് ചെയ്ത് നമ്മൾ ഇൻസോല്യൂബിൾ ആക്കി മാറ്റി അങ്ങനെ ടിഷ്യൂസിനെ പ്രിസർവ് ചെയ്യുന്ന ടെക്നിക്കാണ് വേപ്പർ ഫിക്സേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് എൻസൈം സ്റ്റഡീസിന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ വേപ്പർ ഫിക്സേഷൻ വളരെ അഡ്വാൻറ്റേജസ് ആയിട്ടുള്ളത്. നെക്സ്റ്റ് കോട്ടിംഗ് ഓർ സ്പ്രേ ഫിക്സേഷൻ ആണ്. ഈ കോട്ടിംഗ് ഓർ സ്പ്രേ ഫിക്സേഷൻ എന്ന് പറയുന്നത് മോസ്റ്റ് കോമൺലി നമ്മൾ സൈറ്റോളജിക്കൽ സ്പെസിമെൻസിനാണ് കോമൺലി യൂസ് ചെയ്യുന്നത്. അതിൽ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ ഇവിടെ വാട്ടർ സോല്യൂബിൾ പോളിമേഴ്സ് ആണ് ഈ ഫിക്സേറ്റീവിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ ആ ഒരു ഡിസ്റ്റൻസ് ഓഫ് ദ നോസിൽ ഓഫ് ദ സ്പ്രേയും സ്ലൈഡും തമ്മിലുള്ള ഡിസ്റ്റൻസ് 10 to 12 ഇഞ്ചസ് ആയിരിക്കണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. 10 to 12 ഇഞ്ചസ് ആയിരിക്കണം അത് തമ്മിലുള്ള ഡിസ്റ്റൻസ്. നെക്സ്റ്റ് ടെക്നിക്കാണ് ഫ്രീസ് ഡ്രൈയിങ്. അത് -160°C നമ്മൾ ചെയ്യുന്നത്. സ്റ്റെപ്സ് ക്വെഞ്ചിങ് ആൻഡ് സബ്ലിമേഷൻ, പിന്നെ ഡ്രൈയിങ് ബൈ യൂസിങ് ഫോസ്ഫറസ് പെന്റോക്സൈഡ്. അവിടെ ഡ്രൈ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഫോസ്ഫറസ് പെന്റോക്സൈഡ് ആണ്. അത് ജസ്റ്റ് ഓർത്ത് വെക്കുക. പിന്നെ മൈക്രോവേവ് ഫിക്സേഷനോ സ്റ്റെബിലൈസേഷൻ. മൈക്രോവേവ് ഫിക്സേഷനിൽ വിസിബിൾ ലൈറ്റ് അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് സ്പെക്ട്രം യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു ടിഷ്യൂവിനെ ട്രീറ്റ് ചെയ്യുകയാണ്. അത്രയാണ് മെയിൻ ആയിട്ട് ടൈപ്സ് ഓഫ് ഫിക്സേറ്റീവ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വി ആർ മൂവിങ് ടു എയിം ഓഫ് ഫിക്സേഷൻ. ഫിക്സേഷന്റെ എയിം എന്തൊക്കെയാണെന്നാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് എയിം എന്താന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത് തന്നെയാണ്. നമ്മുടെ ടിഷ്യൂസിനെ ഒരു ലീവിങ് സ്റ്റേറ്റ് മീൻസ് ടിഷ്യൂ നമ്മുടെ ബോഡിയിൽ നിന്ന് എടുക്കുമ്പോൾ അത് ഡെഡ് ആവുകയാണ്. സോ അതിന്റെ ലീവിങ് സ്റ്റേറ്റ് എങ്ങനെയാണോ അതിനെ ക്ലോസ് ആയിട്ട് തന്നെ അതിനെ പ്രിസർവ് ചെയ്യുക. അതാണ് ഫസ്റ്റ് എയിം എന്ന് പറയുന്നത്. മീൻസ് നമ്മുടെ ടിഷ്യൂവിനെ അതിന്റെ ലീവിങ് സ്റ്റേറ്റ് എങ്ങനെയാണോ അതേപോലെ തന്നെ ക്ലോസ് ആയിട്ട് ആ ലീവിങ് സ്റ്റേറ്റിന് as much as ക്ലോസ് ആയിട്ട് പ്രിസർവ് ചെയ്യുക. നെക്സ്റ്റ് നമ്മുടെ ടിഷ്യൂസിന്റെ ഓട്ടോലൈസിസ് അല്ലെങ്കിൽ ടിഷ്യൂസിനുണ്ടാകുന്ന ബാക്ടീരിയൽ അറ്റാക്ക്, ഓട്ടോലൈസിസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രിവെന്റ് ചെയ്യുക. പിന്നെ നമ്മുടെ പ്രോസസ്സിങ്ങിന്റെ സമയത്ത് ടിഷ്യൂ ഇൻടാക്ട് ആയിട്ടിരിക്കുക, അതിന്റെ സൈസോ അല്ലെങ്കിൽ ഷേപ്പോ ഒക്കെ ചേഞ്ച് ചെയ്യുന്നതെന്ന് പ്രിവെന്റ് ചെയ്യുക. മീൻസ് ആ പ്രോസസ്സിങ്ങിന്റെ സമയത്ത് നമ്മൾ സബ്സിക്വന്റ് ആയിട്ട് ഇഷ്ടംപോലെ റിയേജൻസ് യൂസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ടിഷ്യൂസ് അതിന്റെ ഷേപ്പും സൈസും ഒന്നും ചേഞ്ച് ചെയ്യാതെ പ്രൊട്ടക്ട് ചെയ്യുക. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ടിഷ്യൂസിനെ ഹാർഡൻ ചെയ്യുക. നമ്മുടെ ടിഷ്യൂസിനെ ഹാർഡൻ ചെയ്യുക. പിന്നെ നമ്മുടെ സ്റ്റെയിനിങ് ഓഫ് സെക്ഷൻ, നമ്മൾ ഫർദർ ഫൈനൽ സ്റ്റേജിൽ നമ്മുടെ സ്റ്റെയിനിങ് ഉണ്ട്. സെക്ഷൻസിനെ സ്റ്റെയിൻ ചെയ്യാനായിട്ട് അതിന് ക്ലിയർ സ്റ്റെയിനിങ് അലോ ചെയ്യുക. പിന്നെ നമ്മുടെ സെൽസും ടിഷ്യൂസിന്റെ ഒക്കെ ഒപ്റ്റിക്കൽ ഡിഫറൻഷിയേഷൻ നമ്മളിത് മൈക്രോസ്കോപ്പിൽ എക്സാമിൻ ചെയ്യുമ്പോൾ അതിന്റെ ഒപ്റ്റിക്കൽ ഡിഫറൻഷിയേഷൻ ഇംപ്രൂവ് ചെയ്യുക. ഇത്രയും എയിംസ് ആണ് ഫിക്സേഷൻ ഉള്ളത്. സോ ഫസ്റ്റ് നമ്മുടെ ടിഷ്യൂസിനെ ലിവിങ് സ്റ്റേറ്റിനെ as much as close to the ലിവിങ് സ്റ്റേറ്റ് പ്രൊട്ടക്ട് ചെയ്യുക. പിന്നെ ഓട്ടോലൈസിസും ബാക്ടീരിയൽ അറ്റാക്കും ഒക്കെ പ്രിവെന്റ് ചെയ്യുക. പിന്നെ അതിന്റെ ഷേപ്പും ടിഷ്യൂസിന്റെ ഷേപ്പും പ്രോസസ്സിങ്ങിന്റെ സമയത്ത് ടിഷ്യൂസിന്റെ ഷേപ്പും സൈസും ഒക്കെ ചേഞ്ച് ചെയ്യുന്നതെന്ന് പ്രിവെന്റ് ചെയ്യുക. ടിഷ്യൂസിനെ ഹാർഡൻ ചെയ്യുക. അതേപോലെ ക്ലിയർ സ്റ്റെയിനിങ്, സെക്ഷൻസിന്റെ ക്ലിയർ സ്റ്റെയിനിങ് അലോ ചെയ്യുക. പിന്നെ ഒപ്റ്റിക്കൽ ഡിഫറൻഷിയേഷൻ, സെൽസിന്റെയും ടിഷ്യൂസിന്റെ ഒക്കെ ഒപ്റ്റിക്കൽ ഡിഫറൻഷിയേഷൻ ഇംപ്രൂവ് ചെയ്യുക. ഇത്രയാണ് മെയിൻ ആയിട്ട് എയിംസ് ഓഫ് ഫിക്സേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഫിക്സേഷൻ ആണ്. ദ ഡിഫറെന്റ് ഫാക്ടേഴ്സ് വിച്ച് ആർ അഫക്റ്റിംഗ് ഫിക്സേഷൻ. അതിൽ മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് ബഫേഴ്സും ഹൈഡ്രജൻ അയൺ കോൺസെൻട്രേഷൻ, സെക്കൻഡ് ടെമ്പറേച്ചർ, തേർഡ് പെനട്രേഷൻ ഓഫ് ടിഷ്യൂസ്, വോളിയം ചേഞ്ച്, അജിറ്റേഷൻ, പിന്നെ ഡ്യൂറേഷൻ ഓഫ് ഫിക്സേറ്റീവ്. ഇത്രയും ഫാക്ടേഴ്സ് ആണ് മെയിൻ ആയിട്ട് നമ്മുടെ ടിഷ്യൂവിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ
ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് എന്ന് പറയുന്നത് ബഫേഴ്സും ഹൈഡ്രജൻ അയൺ കോൺസെൻട്രേഷനുമാണ്. അപ്പം പ്രോപ്പർലി നമ്മുടെ ബഫേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് എന്താന്ന് വെച്ചാൽ നമ്മുടെ ടിഷ്യൂവിന്റെ ബഫേഴ്സ് അറിയാലോ, നമ്മളെപ്പോഴും pH അഡ്ജസ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഏജൻസ് ആണ് ബഫേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ഇത് ഫിക്സേറ്റീവ്സിന്റെ pH അഡ്ജസ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഏജൻസിനെയാണ് നമ്മൾ ബഫേഴ്സ് എന്ന് പറയുന്നത്. മീൻസ് ഇപ്പോ നമ്മളിപ്പോ ടിഷ്യൂ ഫിക്സ് ചെയ്യാൻ ഇടുമ്പോൾ നമ്മുടെ ഫിക്സേറ്റീവിന് pH ഹൈ ആണ് അല്ലെങ്കിൽ pH ലോ ആണ്, അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വരിക എന്ന് വെച്ചു. അപ്പോഴേക്കും ആ ഒരു അപ്രോപ്രിയേറ്റ് pHലോട്ട് ആ ടിഷ്യൂസിനെ അല്ലെങ്കിൽ ആ ഫിക്സേറ്റീവിനെ അഡ്ജസ്റ്റ് ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും? ആ ടിഷ്യൂസിന് ഡാമേജ് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. സോ അപ്രോപ്രിയേറ്റ് pHലോട്ട് നമ്മുടെ ഫിക്സേറ്റീവിനെ അഡ്ജസ്റ്റ് ചെയ്യുക, അതാണ് ബഫേഴ്സിന്റെ റോൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കോമൺലി നമ്മുടെ ബെസ്റ്റ് ഫിക്സേഷൻ നടക്കുന്ന pH എന്ന് പറയുന്നത് 6 to 8 ആണ്. പ്രോപ്പർ ബെസ്റ്റ് ഫിക്സേഷൻ ഓഫർ ചെയ്യുന്നത് pH 6 to 8 ആണ്. അത് നോട്ട് ചെയ്യണം, ഏത് pH ആണെന്നുള്ളത് പ്രോപ്പറായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. pH 6 to 8 ബെസ്റ്റ് ഫിക്സേഷൻ ഓഫർ ചെയ്യുന്നത്. ഈ ഔട്ട്സൈഡ് ഓഫ് ദിസ് റേഞ്ച്, ഈ ഒരു 6 to 8 റേഞ്ചിന്റെ പുറത്തോട്ട് എന്തുണ്ടാവും? എന്തെങ്കിലും സ്ട്രക്ചറൽ ചേഞ്ചസ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്ന ബഫേഴ്സ് ഏതൊക്കെയാന്ന് വെച്ചാൽ ഫോസ്ഫേറ്റ്, കാക്കോട്ടിലേറ്റ്, ബൈകാർബണേറ്റ് ബഫേഴ്സ് ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് ഇത്രയാണ് ഇതിൽ മെയിൻ ആയിട്ട് നോട്ട് ചെയ്യാനുള്ളത്. ബെസ്റ്റ് ഫിക്സേഷൻ നടക്കുന്ന pH 6 to 8 ആണ്. ബഫേഴ്സ് യൂസ് ചെയ്യുന്നത് ഫോസ്ഫേറ്റ്, കാക്കോട്ടിലേറ്റ് ആൻഡ് ബൈകാർബണേറ്റ് ബഫേഴ്സ് ആണ് കോമൺലി നമ്മൾ ഇതില് ഈ ഒരു ഫിക്സേഷനിൽ യൂസ് ചെയ്യുന്ന ബഫേഴ്സ് എന്ന് പറയുന്നത്. സോ നമ്മള് ബഫേഴ്സും ഹൈഡ്രജൻ അയൺ കോൺസെൻട്രേഷൻ ഡിസ്കസ് ചെയ്തു, pH 6 to 8 ബഫേഴ്സും ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് ഫാക്ടർ എന്താന്ന് വെച്ചാൽ ടെമ്പറേച്ചർ ആണ് ഇത് അഫക്ട് ചെയ്യുന്നത്. വേറൊരു ഫാക്ടർ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ മോസ്റ്റ് ടിഷ്യൂസ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത് റൂം ടെമ്പറേച്ചറിലാണ്. ഇനിയിപ്പോ നമുക്ക് എന്തെങ്കിലും അർജന്റ് കേസസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഹൈ ടെമ്പറേച്ചേഴ്സ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്രോപ്രിയേറ്റ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എപ്പോഴും റൂം ടെമ്പറേച്ചർ ആണ്. അർജന്റ് ബയോപ്സിന്റെ ഒക്കെ കേസസിന് നമുക്ക് ഹൈ ടെമ്പറേച്ചർ യൂസ് ചെയ്യാം. ഒരു അപ്രോക്സിമേറ്റ്ലി 4 millimeter സൈസ് തിക്നെസ് ഒക്കെ ഉള്ള ഒരു ടിഷ്യൂ ഒരു 10 to 20 ടൈംസ്, ഇന്നലെ പറഞ്ഞു നമ്മളൊരു 10 to 20 ടൈംസ് ടൈപ്പ് വോളിയം ആണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ഫിക്സേറ്റീവിന്റെ വോളിയം എന്ന് പറയുന്നത്. അതൊരു 8 hours, ഒരു റൂം ടെമ്പറേച്ചറിൽ നമ്മൾ ഫിക്സ് ചെയ്യണമെങ്കിൽ നമുക്കൊരു 8 hours കൊണ്ട് നമുക്ക് ഫിക്സ് ചെയ്തെടുക്കാൻ പറ്റും. ഒരു അപ്രോക്സിമേറ്റ്ലി 4 millimeter തിക്നെസ് സൈസ് ഓഫ് ടിഷ്യൂസ് ആയിട്ടുള്ളത്. പിന്നെ നമുക്ക് ഒരു 40 degree സെൽഷ്യസിലൊക്കെ ടെമ്പറേച്ചർ റൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഫിക്സേഷൻ ടൈം കുറച്ചുകൂടെ ഷോർട്ടൻ ചെയ്യാൻ പറ്റും. അപ്പോൾ മെജോറിറ്റി ഓഫ് ഫിക്സേഷൻസും റൂം ടെമ്പറേച്ചറിലാണ് അപ്രോപ്രിയേറ്റ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഇപ്പോൾ അർജന്റ് കേസസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഹൈ ടെമ്പറേച്ചർ യൂസ് ചെയ്യാം. പിന്നെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി, ഹിസ്റ്റോ കെമിസ്ട്രി പോലുള്ള ടെക്നിക്സിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഫിക്സേഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 0 to 4 degree സെൽഷ്യസ് ആണ്. ഓക്കെ, സോ കോമൺലി നമ്മൾ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് ബഫർ പറഞ്ഞു, pH 6 to 8 ആണ് അപ്രോപ്രിയേറ്റ് pH. ടെമ്പറേച്ചറിന്റെ കേസിൽ റൂം ടെമ്പറേച്ചർ ആണ് റുട്ടീൻലി യൂസ് ചെയ്യാൻ പറ്റുന്ന ടെമ്പറേച്ചർ. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി, ഹിസ്റ്റോ കെമിസ്ട്രി ടെക്നിക്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് 0 to 4 degree സെൽഷ്യസ് യൂസ് ചെയ്യാം. നെക്സ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് പെനട്രേഷൻ ഓഫ് ടിഷ്യൂസ് ആണ്. നമ്മളെപ്പോഴും ടിഷ്യൂ ബ്ലോക്സ് സ്മോൾ അല്ലെങ്കിൽ തിൻ ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യുന്ന ടിഷ്യൂ ബ്ലോക്ക് എന്ന് പറയുന്നത്, സച്ച് ദാറ്റ് നമ്മുടെ അഡീക്വേറ്റ് എമൗണ്ട് ഓഫ് ഫിക്സേറ്റീവ്, അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു 10 to 20 ടൈംസ് വോളിയം ഓഫ് ഫിക്സേറ്റീവ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അഡീക്വേറ്റ് എമൗണ്ട് ഓഫ് ഫിക്സേറ്റീവും വേണം, അതേപോലെ തന്നെ ടിഷ്യൂസ് തിൻ അല്ലെങ്കിൽ സ്മോൾ ആയിരിക്കണം നമുക്ക് അഡീക്വേറ്റ് ആയിട്ട് ഇത് പെനട്രേറ്റ് ചെയ്തുകൊണ്ട് യൂസ് ചെയ്യാനായിട്ട്. സോ ഇപ്പോ റേറ്റ് ഓഫ് പെനട്രേഷൻ സ്ലോയും അങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് നമുക്ക് ഡിഫറെന്റ് ലെയേഴ്സ് ഓഫ് ആർട്ടിഫാക്ട്സ്, മീൻസ് വേരിയസ് സോൺസ് ടിഷ്യൂസിലൊക്കെ പല പല സോൺ പോലെയൊക്കെ ഫോം ചെയ്യാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ് ഇപ്പോൾ റേറ്റ് ഓഫ് പെനട്രേഷൻ ലോ ആയിട്ടുള്ള കേസസിൽ. സോ ഒരു അഡീക്വേറ്റ് ഫിക്സേഷൻ എന്ന് പറയുന്നത് ഒരു 1 millimeter ടിഷ്യൂ ഒരു 1 hour കൊണ്ടൊക്കെ ഫിക്സ് ചെയ്യാൻ പറ്റും നമുക്ക് പോസിബിളി. അതാണ് പെനട്രേഷൻ ഓഫ് ടിഷ്യൂസിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ഇതൊരു 3 ഫാക്ടേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ബഫേഴ്സ് ആൻഡ് ഹൈഡ്രജൻ അയൺ കോൺസെൻട്രേഷൻ, ടെമ്പറേച്ചർ ആൻഡ് പെനട്രേഷൻ ഓഫ് ടിഷ്യൂസ്. അതിൽ pH പറഞ്ഞു, അപ്രോപ്രിയേറ്റ് pH എന്ന് പറയുന്നത് 6 to 8 ആണ്. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് മോസ്റ്റ് ടിഷ്യൂസ് നമുക്ക് റൂം ടെമ്പറേച്ചറിൽ ഫിക്സ് ചെയ്യാം. അർജന്റ് കേസസിന് ഹൈ ടെമ്പറേച്ചർ യൂസ് ചെയ്യാം. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിക്ക്, ഹിസ്റ്റോ കെമിസ്ട്രിക്കും 0 to 4 degree സെൽഷ്യസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്.
ഇനിയിപ്പോൾ പെനട്രേഷൻ ഓഫ് ടിഷ്യൂസിന്റെ കേസ് പറയുകയാണെങ്കിൽ എപ്പോഴും അഡീക്വേറ്റ് എമൗണ്ട് ഓഫ് ഫിക്സേറ്റീവും വേണം, ദാറ്റ് ഈസ് 10 to 20 times ദ വോളിയം വേണം. അതേപോലെ തന്നെ ടിഷ്യൂസ് സ്മോളും തിന്നും ആയിരിക്കണം. ഒരു 1 millimeter ടിഷ്യൂ നമുക്കൊരു 1 hour കൊണ്ടൊക്കെ നമുക്ക് ഫിക്സ് ചെയ്തെടുക്കാൻ പറ്റും. നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നതാണ് വോളിയം ചേഞ്ച്. നമ്മുടെ ഫിക്സേഷന്റെ സമയത്ത് ടിഷ്യൂസ് കോമൺലി അതിന്റെ വോളിയം ചേഞ്ച് ചെയ്യാറുണ്ട്. ഇത് നമ്മുടെ കോമൺലി നമ്മുടെ ഈ ഫോർമാൽഡിഹൈഡ് ആസ് വെൽ ആസ് നമ്മുടെ ഫോർമാൽഡിഹൈഡ് ഫിക്സ് ചെയ്ത ടിഷ്യൂ, നമ്മൾ പാരഫിൻ വാക്സിൻ എംബഡ് ചെയ്യുന്ന ടിഷ്യൂസ് ഒരു അപ്രോക്സിമേറ്റ് ഒരു 33% ഒക്കെ ഷ്രിങ്ക് ചെയ്യുമെന്നാണ് നമ്മൾ കോമൺലി ഫൈൻഡ് ചെയ്തിരിക്കുന്നത്. സോ നമ്മുടെ ടിഷ്യൂ എന്തൊക്കെ ആയാലും നമ്മുടെ ടിഷ്യൂ കോമൺലി നമ്മുടെ ഈ ഫിക്സേഷന്റെ ടൈമിൽ വോളിയം ചേഞ്ച് ഉണ്ടാവാറുണ്ട്. നെക്സ്റ്റ് ഓസ്മോളാരിറ്റി ഓഫ് ഫിക്സേറ്റീവ്. ഓക്കെ, നമ്മുടെ ഫിക്സേറ്റീവിന്റെ ഓസ്മോളാരിറ്റി. ഹൈപ്പർടോണിക് സൊല്യൂഷൻസ് ആണ് നമ്മളിപ്പോ ഫിക്സേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്നതിൽ അവിടെ സെൽസിന് ഷ്രിങ്കേജ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഹൈപ്പർടോണിക് ആണെങ്കിൽ സെൽസ് ഷ്രിങ്കേജ് വരാൻ ചാൻസ് ഉണ്ട്. ദാറ്റ് മീൻസ് നമ്മൾ ഈ ഹൈപ്പർടോണിക് സൊല്യൂഷൻസ് എന്ന് പറയുമ്പോഴേക്കും എന്ത് പറ്റും, ഈ നമ്മുടെ സെൽസിനകത്തുള്ള അയോൺസ് എല്ലാം കൂടി ഫിക്സേറ്റീവിലോട്ട് പോകും. അപ്പോൾ സെൽസ് എന്ത് ചെയ്യും, അതിനകത്തുള്ള വാട്ടർ കണ്ടന്റ് പോയി കഴിയുമ്പോൾ നമ്മുടെ സെൽസ് ഷ്രിങ്ക് ആവും. ഇനിയിപ്പോ ഐസോട്ടോണിക്കും ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ സെൽസ് സ്വെൽ ആവും. ദാറ്റ് മീൻസ് അവിടെ വാട്ടർ എല്ലാം കൂടെ ഫിക്സേറ്റീവ് ചെയ്യുന്ന ടിഷ്യൂലോട്ട് കയറിയിട്ട് അവിടെ സെൽസ് സ്വെൽ ചെയ്ത് പുവർ ഫിക്സേഷന്റെ റിസൾട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ എപ്പോഴും ബെസ്റ്റ് എന്ന് പറയുന്നത് സ്ലൈറ്റ്ലി ഹൈപ്പർടോണിക് സൊല്യൂഷൻസ് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ടെക്നിക് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഹൈപ്പർടോണിക് സൊല്യൂഷൻസ് യൂസ് ചെയ്യണമെങ്കിൽ സെല്ല് ഷ്രിങ്കേജ് ഉണ്ടാവും. ഐസോട്ടോണിക്കോ ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻസോ ആണെങ്കിൽ അവിടെ സെൽസ് സ്വെല്ലിംഗ് അല്ലെങ്കിൽ പുവർ ഫിക്സേഷൻ റിസൾട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ബെസ്റ്റ് എപ്പോഴും സ്ലൈറ്റ്ലി ഹൈപ്പർടോണിക് സൊല്യൂഷൻസ് യൂസ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് ഫാക്ടർ എന്താന്ന് വെച്ചാൽ അജിറ്റേഷൻ ആണ്. അപ്പൊ നമ്മൾ ഈ ടിഷ്യൂസ് ഫിക്സേഷന്റെ സമയത്ത് ജസ്റ്റ് അജിറ്റേറ്റ് ടിഷ്യൂസ് മീൻസ് നമ്മുടെ ഈ ഒരു ഇത് സ്പെസിമെൻസ് അജിറ്റേറ്റ് ചെയ്ത് കൊടുക്കുന്നത് പെനട്രേഷൻ, നമ്മുടെ ഈ ഒരു ഫ്ലൂയിഡ്സ് ടിഷ്യൂസിലോട്ട് പെനട്രേറ്റ് ചെയ്യാനുള്ള സ്പീഡ് ഇൻക്രീസ് ചെയ്യും. പക്ഷെ അജിറ്റേഷൻസ് ഭയങ്കര ഹൈ ആവാനും പാടില്ല, അതേപോലെ ഭയങ്കര ലോ ആവാനും പാടില്ല. ഇത് രണ്ടും നമ്മൾ അജിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം. നെക്സ്റ്റ് കോൺസെൻട്രേഷൻ ഓഫ് ഫിക്സേറ്റീവ്സ് ആണ്. ഇപ്പൊ നമ്മുടെ ഫിക്സേറ്റീവ്സിന്റെ കോൺസെൻട്രേഷൻ ഡിഫറെന്റ് കോൺസെൻട്രേഷൻസിന് ഡിഫറെന്റ് എഫക്ട്സ് ആണ്. അത് നമ്മുടെ ഈ കോൺസെൻട്രേഷൻ ഓഫ് ഫിക്സേറ്റീവ് നമ്മുടെ സബ്സിക്വന്റ് ആയിട്ടുള്ള സ്ട്രെയിനിങ്ങിനെയൊക്കെ എഫക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ നമ്മുടെ ഏറ്റവും ഐഡിയൽ ഫിക്സേറ്റീവ് എന്ന് പറയുന്നത് 10% ഫോർമാലിൻ തന്നെയാണ്. നമ്മുടെ ഗുഡ് ഫിക്സിംഗ് പ്രോപ്പർട്ടീസ് ഏറ്റവും കൂടുതൽ ഇമ്പാർട്ട് ചെയ്യുന്നത് 10% ഫോർമാലിൻ തന്നെയാണ്. ഓക്കെ, അത് അത്രയാണ് നമുക്ക് മെയിൻ ആയിട്ട് കോൺസെൻട്രേഷൻ എന്ന് പറയാനുള്ളത്. നെക്സ്റ്റ് പറയാനുള്ളത് ഡ്യൂറേഷൻ ഓഫ് ഫിക്സേഷൻ ആണ്. ഡ്യൂറേഷൻ ഓഫ് ഫിക്സേഷൻ എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് ഫിക്സേറ്റീവ്സ് അല്ലെങ്കിൽ ഡിഫറെന്റ് സ്പെസിമെൻസിന് ഡിഫറെന്റ് ഡ്യൂറേഷൻ ആണുള്ളത്. പ്രൊലോങ്ഡ് ഫിക്സേഷനിൽ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ മീൻസ് ഇപ്പോൾ നമ്മൾ കൂടുതൽ സമയം ഫിക്സേറ്റീവിൽ ഇട്ടൊക്കെയാണെങ്കിൽ അവിടെ ഷ്രിങ്കേജ് അല്ലെങ്കിൽ ടിഷ്യൂ ഹാർഡനിങ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ചില ആന്റിജൻസ് ലോസ്റ്റ് ആവാനും അതേപോലെ തന്നെ ഇമ്മ്യൂണോളജിക്കൽ മെത്തേഡ്സിന്റെ ഫെയിലർ ഒക്കെ ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. ഇനിയിപ്പം ഷോർട്ട് ഡ്യൂറേഷൻ ഒക്കെ ആണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഫിക്സേഷൻ കിട്ടത്തില്ല, അങ്ങനെ ഒരു ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ ഡ്യൂറേഷൻ ഓരോ ഫിക്സേറ്റീവ്സിനും ഓരോ ഡ്യൂറേഷൻ പറഞ്ഞിട്ടുണ്ട്, അത് സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. ഇപ്പൊ ഫോർമാലിനൊക്കെ ആണെങ്കിൽ ഒരു 2 to 6 hours ഓഫ് ഫിക്സേഷൻ മതിയായിരിക്കും, അത് എഫിഷ്യന്റ് ആയിരിക്കും. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിയുടെ കേസിൽ ഫിക്സേറ്റീവ്സ് ഓസ്മിയേറ്റഡ് ടോക്സൈഡ് ബ്യൂട്രാൽഡിഹൈഡ് ഒക്കെ യൂസ് ചെയ്യണമെങ്കിൽ ഒരു 3 hours വിൽ ബി അപ്രോപ്രിയേറ്റ്. ഇനി ഫോർമാൽഡിഹൈഡിലോ ഇത് അതിന്റെ കേസ് ഫോർമാൽഡിഹൈഡ് നമ്മളിപ്പോൾ പ്രൊലോങ്ഡ് ഫിക്സേഷൻ കൊടുക്കുകയാണെങ്കിൽ അതിന്റെ ഷ്രിങ്കേജും ഹാർഡനിങ്ങും ഉണ്ടാവും ടിഷ്യൂന്റെ. വയലും കേസ് ഓഫ് ബ്യൂട്രാൽഡിഹൈഡ് നമ്മൾ പ്രൊലോങ്ഡ് ഫിക്സേഷൻ കൊടുക്കുകയാണെങ്കിൽ അത് വളരെ അഡ്വാൻറ്റേജസ് ആണ്, അത് ടിഷ്യൂവിന് പ്രോപ്പർ ഫിക്സേഷൻ ഉണ്ടാക്കും. ഇനി ആൽഡിഹൈഡ്സിലൊക്കെ പ്രൊലോങ്ഡ് ആയിട്ട് നമ്മൾ ആ ഒരു എഫക്ട് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് ജസ്റ്റ് നോട്ട് ചെയ്യുക. ഇനി ആൽഡിഹൈഡ്സിൽ ലോങ് ഫിക്സേഷൻ കൊടുക്കുകയാണെങ്കിൽ അത് എൻസൈം ആക്ടിവിറ്റി ഇൻഹിബിറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, നോട്ട് ചെയ്യുക. ഇനി ഓക്സിഡൈസിങ് ഫിക്സേറ്റീവ്സിലൊക്കെ നമ്മൾ ലോങ് ഫിക്സേഷൻ കൊടുക്കുകയാണെങ്കിൽ അത് ടിഷ്യൂവിനെ ഡീഗ്രേഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇത്രയും പോയിന്റ്സ് നോട്ട് ചെയ്യുക. ആൽഡിഹൈഡ്സിൽ നമ്മൾ ലോങ് ഫിക്സേഷൻ കൊടുക്കുകയാണെങ്കിൽ എൻസൈം ആക്ടിവിറ്റി ഇൻഹിബിറ്റ് ചെയ്യും. അതേപോലെ ഓക്സിഡൈസിങ് ഏജൻസിൽ നമ്മൾ ലോങ് ഫിക്സേഷൻ കൊടുക്കുകയാണെങ്കിൽ അത് ടിഷ്യൂവിനെ ഡീഗ്രേഡ് ചെയ്യും. ഓക്കെ, ഇത്രയാണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഫിക്സേറ്റീവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തൊക്കെ പറഞ്ഞു? ഫസ്റ്റ് നമ്മൾ
പി എച്ച് പറഞ്ഞു. പി എച്ച് അപ്രോപ്രിയേറ്റ് പി എച്ച് എന്ന് പറയുന്നത് 6 to 8 ആണ്. ടെമ്പറേച്ചർ പറഞ്ഞു. അപ്രോപ്രിയേറ്റ് ടെമ്പറേച്ചർ എപ്പോഴും റൂം ടെമ്പറേച്ചർ ആണ്. പിന്നെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി, ഹിസ്റ്റോ കെമിസ്ട്രി സാമ്പിൾസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒരു 0 to 4 ഡിഗ്രി സെൽഷ്യസ് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ പെനട്രേഷൻ എന്ന് പറയുന്നത് നമ്മളെപ്പോഴും 10 to 20 ടൈംസ് ദ വോളിയം ഓഫ് ഫിക്സേറ്റീവ് ആയിരിക്കണം തിൻ ടിഷ്യൂ സാമ്പിൾസിന് യൂസ് ചെയ്യുന്ന. ടിഷ്യൂ സെക്ഷൻ ഷുഡ് ബി തിൻ ആൻഡ് സ്മോൾ. പിന്നെ വോളിയം ചേഞ്ചസ് നമ്മുടെ ആ ഒരു ടിഷ്യൂ ഫിക്സേഷന്റെ സമയത്ത് വോളിയം ചേഞ്ച് ചെയ്യാനുള്ള ചാൻസ് വളരെ ഹൈ ആണ്. ഇനി ഓസ്മോളാരിറ്റി എപ്പോഴും ബെസ്റ്റ് സൊല്യൂഷൻ സ്ലൈറ്റ്ലി ഹൈപ്പർടോണിക് സൊല്യൂഷൻസ് ആണ് ഏറ്റവും ബെസ്റ്റ് യൂസ് ചെയ്യാനായിട്ട്. അജിറ്റേഷൻ എന്ന് പറയുമ്പോഴേക്കും ഇത് നമ്മൾ അജിറ്റേറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ സ്പീഡ് ഓഫ് പെനട്രേഷൻ ഇൻക്രീസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്, ഇൻക്രീസ് ചെയ്യും. നെക്സ്റ്റ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് പല പല കോൺസെൻട്രേഷൻസിന് പല പല എഫക്റ്റ് ആണ്. അത് സബ്സിക്വന്റ് സ്റ്റെയിനിങ്ങിനെ എഫക്ട് ചെയ്യും. നെക്സ്റ്റ് ഡ്യൂറേഷൻ, ഓരോ ഫിക്സേറ്റീവ്സിനും പല ഡ്യൂറേഷൻ ഉണ്ട്. ഫോർമാലിനൊക്കെ ആണെങ്കിൽ ഒരു 2 to 6 hours സഫീഷ്യന്റ് ആണ്. ഇനിയിപ്പോ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി ഒക്കെ ആണെങ്കിൽ നമുക്കൊരു 3 hours സഫീഷ്യന്റ് ആണ്. ഇനി ആൽഡിഹൈഡ്സിലൊക്കെ പ്രൊലോങ് ഫിക്സേഷൻ കൊടുക്കുകയാണെങ്കിൽ എൻസൈം ആക്ടിവിറ്റി ഇൻഹിബിറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ഇനി ഓക്സിഡൈസിങ് ഏജൻസിനൊക്കെ ലോങ് ഫിക്സേഷൻ കൊടുക്കുകയാണെങ്കിൽ ടിഷ്യൂസിനെ ഡീഗ്രേഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഫോർമാൽഡിഹൈഡിൽ പ്രൊലോങ്ഡ് ഫിക്സേഷൻ ഒക്കെ കൊടുത്തതിന്റെ ഷ്രിങ്കേജും ഹാർഡനിങ്ങും ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ടിഷ്യൂസിനെ. ഇൻ ദ കേസ് ഓഫ് ഗ്ലൂട്രാൽഡിഹൈഡ് പ്രൊലോങ്ഡ് ഫിക്സേഷൻ കൊടുക്കുന്നത് എവറി ടൈം ഇറ്റ് ഈസ് വെരി മച്ച് അഡ്വാൻറ്റേജസ്. ഇത്രയാണ് നമുക്ക് ഫാക്ടേഴ്സ് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഇതുവരെ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു? ഫിക്സേറ്റീവ് എന്താണെന്ന് ഡിസ്കസ് ചെയ്തു, ഫിക്സേറ്റീവിന്റെ ഐഡിയൽ ഫിക്സേറ്റീവിന്റെ പ്രോപ്പർട്ടീസ് ഡിസ്കസ് ചെയ്തു, എയിം ഓഫ് ഫിക്സേഷൻ ഡിസ്കസ് ചെയ്തു. പിന്നെ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തു? ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഫിക്സേഷൻ ആൻഡ് ടൈപ്സ് ഓഫ് ഫിക്സേഷൻ. ടൈപ്സ് ഓഫ് ഫിക്സേഷന്റെ അണ്ടറിൽ ഇമേർഷൻ, വേപ്പർ ഫിക്സേഷൻ, പെർഫ്യൂഷൻ ഫിക്സേഷൻ, കോട്ടിംഗ് ഓർ സ്പ്രേ ഫിക്സേഷൻ, മൈക്രോവേവിംഗ് ഓർ സ്റ്റെബിലൈസേഷൻ, ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഇത്രയാണ് ഫിക്സേറ്റീവിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഫിക്സേഷൻ ആണ്. നമ്മുടെ ഫിക്സേറ്റീവ്സിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഫിക്സേറ്റീവിനെ നമ്മുടെ കമ്പോണൻസ് പ്രസന്റ് ചെയ്തേക്കുന്നതിന്റെ ബേസിസിൽ, ഫിക്സേറ്റീവിലുള്ള കമ്പോണൻസിന്റെ ബേസിസിൽ സിമ്പിൾ ഫിക്സേറ്റീവ് ആൻഡ് കോമ്പൗണ്ട് ഫിക്സേറ്റീവ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ക്ലാസിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണ്. അത് നോട്ട് ചെയ്ത് നന്നായിട്ട് ബൈഹാർട്ട് ചെയ്ത് പഠിക്കുക. സോ ഫിക്സേറ്റീവ്സിന്റെ ബേസ്ഡ് ഓൺ കമ്പോണൻസ് പ്രസന്റ്, ഫിക്സേറ്റീവ്സ് ആർ ക്ലാസിഫൈഡ് ഇൻടു സിമ്പിൾ ഫിക്സേറ്റീവ് ആൻഡ് കോമ്പൗണ്ട് ഫിക്സേറ്റീവ്. ഓക്കെ, സിമ്പിൾ ഫിക്സേറ്റീവ്സ് എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ കെമിക്കലേ ഉള്ളൂ. അതിൽ ഒരു സിംഗിൾ കെമിക്കലേ ഉള്ളൂ സിമ്പിൾ ഫിക്സേറ്റീവ്സിൽ. സിമ്പിൾ ഫിക്സേറ്റീവ്സിന് എക്സാമ്പിൾ ആണ് ഫോർമാൽഡിഹൈഡ്, ഗ്ലൂട്രാൽഡിഹൈഡ്, ഈഥൈൽ ആൽക്കഹോൾ, പിക്രിക് ആസിഡ്, അസറ്റോണൈറ്റ്. ഓക്കെ, ഫോർമാൽഡിഹൈഡ്, ഗ്ലൂട്രാൽഡിഹൈഡ്, ഈഥൈൽ ആൽക്കഹോൾ, പിക്രിക് ആസിഡ്, അസറ്റോൺ ഒക്കെയാണ് സിമ്പിൾ ഫിക്സേറ്റീവ്സിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. സോ സിമ്പിൾ ഫിക്സേറ്റീവ്സ് കണ്ടെയ്ൻ എ സിംഗിൾ കെമിക്കൽ. അതിന്റെ എക്സാമ്പിൾസ് പഠിച്ചു വയ്ക്കുക: ഫോർമാൽഡിഹൈഡ്, ഗ്ലൂട്രാൽഡിഹൈഡ്, ഈഥൈൽ ആൽക്കഹോൾ, പിക്രിക് ആസിഡ്, അസറ്റോൺ. ഇത്രയാണ് സിമ്പിൾ ഫിക്സേറ്റീവ്സിൽ വരുന്നത്. ദെൻ കോമ്പൗണ്ട് ഫിക്സേറ്റീവ്സ് എന്ന് പറയുമ്പോഴേക്കും അതിൽ 1 or more കെമിക്കൽസ്, മീൻസ് ഒരു സിംഗിൾ കമ്പോണന്റ് അല്ല, സിംഗിൾ കെമിക്കൽ അല്ല, 1 or more, ഒന്നോ അതിൽ കൂടുതലോ കെമിക്കൽസ് ഉണ്ട്. അതിനെയാണ് കോമ്പൗണ്ട് ഫിക്സേറ്റീവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ കാർണോയിസ് ഫ്ലൂയിഡ്, സെൻഗോസ് ഫ്ലൂയിഡ്, കോയിൻസ് ഫ്ലൂയിഡ്, അങ്ങനെ ഒത്തിരി എക്സാമ്പിൾസ് ഉണ്ട് കോമ്പൗണ്ട് ഫിക്സേറ്റീവില്. ഇനി ഈ കോമ്പൗണ്ട് ഫിക്സേറ്റീവിനെ തന്നെ അപ്പോൺ നമ്മുടെ സെൽസിന്റെയും ടിഷ്യൂസിലും കൊടുക്കുന്ന ആക്ഷൻസിന്റെ ബേസിസിൽ, ദാറ്റ് മീൻസ് ആക്ഷൻ അക്കോർഡിംഗ് ടു ദ ആക്ഷൻ അപ്പോൺ സെൽസ് ആൻഡ് ടിഷ്യൂ, ഈ കോമ്പൗണ്ട് ഫിക്സേറ്റീവ്സിനെ നമ്മൾക്ക് മൈക്രോ അനാറ്റമിക്കൽ, സൈറ്റോളജിക്കൽ ആൻഡ് ഹിസ്റ്റോകെമിക്കൽ ഫിക്സേറ്റീവ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യും. ഓക്കെ, നമ്മുടെ ആക്ഷൻ അപ്പോൺ സെൽസ് ആൻഡ് ടിഷ്യൂ, കോമ്പൗണ്ട് ഫിക്സേറ്റീവ്സിൽ ഈ നമ്മുടെ സെൽസിലും ടിഷ്യൂസിലും ഉള്ള ഫിക്സേറ്റീവിന്റെ ആക്ഷൻസിന്റെ ബേസിസിൽ നമുക്കിതിനെ മൈക്രോ അനാറ്റമിക്കൽ, സൈറ്റോളജിക്കൽ ആൻഡ് ഹിസ്റ്റോകെമിക്കൽ ഫിക്സേറ്റീവ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, ഈ എന്നിട്ട് നമുക്ക് അതിന്റെ അണ്ടറിലുള്ള ഓരോന്നായിട്ട് പഠിക്കാം. ഇനി മൈക്രോ അനാറ്റമിക്കൽ ഫിക്സേറ്റീവ് എന്ന് പറയുമ്പോഴേക്കും ഇത് നമ്മുടെ സെൽസിന്റെയും ടിഷ്യൂസിന്റെയും ജനറൽ മൈക്രോസ്കോപ്പിക് സ്ട്രക്ചർ പ്രിസർവ് ചെയ്യും. അതാണ് മൈക്രോ അനാറ്റമിക്കൽ ഫിക്സേറ്റീവ്സിന്റെ റോൾ എന്ന് പറയുന്നത്. നമ്മുടെ സെൽസിന്റെയും ടിഷ്യൂസിന്റെയും ജനറൽ മൈക്രോസ്കോപ്പിക് സ്ട്രക്ചർ പ്രിസർവ് ചെയ്യാം. ഈ മൈക്രോ അനാറ്റമിക്കൽ ഫിക്സേറ്റീവ്സിന്റെ അണ്ടറിൽ വരുന്നതാണ് ഫോർമാൽ സെറൈൻ, ഫോർമാൽ കാൽഷ്യം, ബഫേർഡ് ന്യൂട്രൽ ഫോർമാലിൻ, സെൻഗോസ് ഫ്ലൂയിഡ്, ബോവിൻസ് ഫ്ലൂയിഡ്. ഈ എക്സാമ്പിൾസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വയ്ക്കുക. ഓരോ ഫിക്സേറ്റീവ്സിന്റെ ക്ലാസിഫിക്കേഷൻ, ഓരോ ഫിക്സേറ്റീവ്സിനും അണ്ടറിൽ എന്തൊക്കെ വരുമെന്നുള്ളത് റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, അതേപോലെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ബി ക്ലിയർ വിത്ത് ദാറ്റ്.
സോ മൈക്രോ അനാറ്റമിക്കൽ ഫിക്സേറ്റീവ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ജനറൽ മൈക്രോസ്കോപ്പിക് സ്ട്രക്ചർ ഓഫ് സെൽസ് ആൻഡ് ടിഷ്യൂ പ്രിസർവ് ചെയ്യുന്ന ഫിക്സേറ്റീവ്സിനാണ് മൈക്രോ അനാറ്റമിക്കൽ ഫിക്സേറ്റീവ് എന്ന് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾസ് ആണ് ഫോർമാൽസെറൈൻ, ഫോർമാൽ കാൽഷ്യം, ബഫർ ന്യൂട്രൽ ഫോർമാലിൻ, സെങ്കേഴ്സ് ഫ്ലൂയിഡ്, ബോയിൻസ് ഫ്ലൂയിഡ്. നെക്സ്റ്റ് സൈറ്റോളജിക്കൽ ഫിക്സേറ്റീവ്. സൈറ്റോളജിക്കൽ ഫിക്സേറ്റീവ് എന്ന് പറയുമ്പോൾ സൈറ്റോ എന്ന് വെച്ചാൽ എന്താണ്? സെൽ. സൈറ്റോയുടെ വാക്കിന്റെ മീനിങ് സെൽ എന്നാണ് അർത്ഥം. ഈ ഫിക്സേറ്റീവ് നമ്മുടെ സെൽസിനകത്തുള്ള സ്ട്രക്ചേഴ്സിനെ പ്രിസർവ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. മീൻസ് നമ്മുടെ ഇൻട്രാ സെല്ലുലാർ സ്ട്രക്ചേഴ്സിനെ പ്രിസർവ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് നമ്മുടെ സെൽസിന് അകത്തുള്ള സ്ട്രക്ചേഴ്സിനെ പ്രിസർവ് ചെയ്യുന്ന ഫിക്സേറ്റീവ്സ് ആണ് സൈറ്റോളജിക്കൽ ഫിക്സേറ്റീവ്സ് എന്ന് പറയുന്നത്. ഈ സൈറ്റോളജിക്കൽ ഫിക്സേറ്റീവ്സിനെ തന്നെ നമ്മുടെ സെൽസ് എന്ന് പറയുമ്പോൾ സെൽസിൽ എന്തൊക്കെയുണ്ട്? ന്യൂക്ലിയസും ഉണ്ട്, സൈറ്റോപ്ലാസം ഉണ്ട്. ഓക്കെ, സെൽസ് എന്ന് പറയുമ്പോൾ അതിൽ ന്യൂക്ലിയസ് ഉണ്ട്, സൈറ്റോപ്ലാസം ഉണ്ട്. സോ ഈ സൈറ്റോളജിക്കൽ ഫിക്സേറ്റീവ്സിനെ തന്നെ നമുക്ക് ന്യൂക്ലിയർ ഫിക്സേറ്റീവ്സും സൈറ്റോപ്ലാസ്മിക് ഫിക്സേറ്റീവ്സും ആയിട്ട് വീണ്ടും ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, സൈറ്റോളജിക്കൽ ഫിക്സേറ്റീവിനെ ന്യൂക്ലിയർ ഫിക്സേറ്റീവ്സും സൈറ്റോപ്ലാസ്മിക് ഫിക്സേറ്റീവ്സും ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, ന്യൂക്ലിയർ ഫിക്സേറ്റീവ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? as the name suggests, these fixes the nucleus of the cells. നമ്മുടെ സെൽസിന്റെ ന്യൂക്ലിയസ് ഫിക്സ് ചെയ്യുന്ന സെൽസിനെയാണ് നമ്മൾ ന്യൂക്ലിയർ ഫിക്സേറ്റീവ്സ് എന്ന് പറയുന്നത്. നെയിം പറയുന്ന പോലെ തന്നെ നമ്മുടെ സെൽസിന്റെ ന്യൂക്ലിയസിനെ പ്രിസർവ് ചെയ്യുന്നു. ന്യൂക്ലിയർ ഫിക്സേറ്റീവ്സിന് എക്സാമ്പിൾസ് ആണ് കാർനോയ്സ് ഫ്ലൂയിഡ്, ക്ലാർക്സ് ഫ്ലൂയിഡ്, ഫ്ലെമിങ്സ് ഫ്ലൂയിഡ്. ഓക്കെ, കാർനോയ്സ്, ക്ലാർക്സ്, ഫ്ലെമിങ്സ് ഫ്ലൂയിഡ്, ഇത്രയാണ് ന്യൂക്ലിയർ ഫിക്സേറ്റീവ്സിന് എക്സാമ്പിൾസ്. നെക്സ്റ്റ് സൈറ്റോപ്ലാസ്മിക് ഫിക്സേറ്റീവ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ സൈറ്റോപ്ലാസത്തിനെ ഫിക്സ് ചെയ്യുന്ന ഫിക്സേറ്റീവ്സ്. അതിന് എക്സാമ്പിൾസ് ആണ് ചാമ്പീസ് ഫ്ലൂയിഡ്, ഫോർമാൽ കാൽഷ്യം ആൻഡ് ഫോർമാൽ സലൈൻ. ഓക്കെ, ഇവിടെ ഒരു സ്ലൈഡ് മിസ്റ്റേക്ക് ഉണ്ട്. ഫോർമാൽ കാൽഷ്യം ആൻഡ് ഫോർമാൽ സലൈൻ ആണ്, അത് നോട്ട് ചെയ്യണം ജസ്റ്റ്. ഓക്കെ, സൈറ്റോപ്ലാസ്മിക് ഫിക്സേറ്റീവ്സിൽ വരുന്നതാണ് ചാമ്പീസ് ഫ്ലൂയിഡ്, ഫോർമാൽ കാൽഷ്യം ആൻഡ് ഫോർമാൽ സലൈൻ. ഇത്രയും ഫിക്സേറ്റീവ്സ് ആണ് സൈറ്റോപ്ലാസ്മിക് ഫിക്സേറ്റീവ്സിൽ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞു ഫിക്സേറ്റീവ്സ് എന്ന് പറയുമ്പോൾ കമ്പോണൻസിന്റെ ബേസിസിൽ നമുക്ക് സിമ്പിൾ ഫിക്സേറ്റീവും കോമ്പൗണ്ട് ഫിക്സേറ്റീവും ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. സിമ്പിൾ ഫിക്സേറ്റീവ് എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ കെമിക്കലേ ഉള്ളതിൽ. അതിന് എക്സാമ്പിൾ ആണ് ഫോർമാൽഡിഹൈഡ്, ഗ്ലൂട്രാൽഡിഹൈഡ്, ഈഥിൽ ആൽക്കഹോൾ, പിക്രിക് ആസിഡ്, അസറ്റോൺ ഒക്കെ. കോമ്പൗണ്ട് ഫിക്സേറ്റീവ്സ് എന്ന് പറയുമ്പോഴേക്കും അതിൽ 1 or more കെമിക്കൽ കാണുമോ ഫിക്സേറ്റീവ്സിൽ. അതിന് നമുക്ക് വീണ്ടും സെൽസിന്റെ ആക്ഷൻ അപ്പോൾ സെൽസ് ആൻഡ് ടിഷ്യൂസിന്റെ ബേസിസിന് നമുക്ക് മൈക്രോ അനാറ്റമിക്കൽ, സൈറ്റോളജിക്കൽ ആൻഡ് ഹിസ്റ്റോകെമിക്കൽ ഫിക്സേറ്റീവ് ആയിട്ട് വീണ്ടും റീക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, അതിൽ മൈക്രോ അനാറ്റമിക്കൽ സ്ട്രക്ചർ ഫിക്സേറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മുടെ ജനറൽ ടിഷ്യൂസിന്റെ മൈക്രോ അനാറ്റമിക്കൽ സ്ട്രക്ചേഴ്സിനെ പ്രിസർവ് ചെയ്യുന്നതാണ് മൈക്രോ അനാറ്റമിക്കൽ ഫിക്സേറ്റീവ് എന്ന് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾസ് ആണ് ഫോർമാൽസെറൈൻ, ഫോർമാൽ കാൽഷ്യം, ബഫർ ന്യൂട്രൽ ഫോർമാലിൻ, സെങ്കോസ് ഫ്ലൂയിഡ് ആൻഡ് ബോൺസ് ഫ്ലൂയിഡ്. സൈറ്റോളജിക്കൽ ഫിക്സേറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മുടെ സെൽസ്, ഇൻട്രാ സെല്ലുലാർ സ്ട്രക്ചേഴ്സിനെ പ്രിസർവ് ചെയ്യുന്നതാണ് സൈറ്റോളജിക്കൽ ഫിക്സേറ്റീവ്. സോ അത് മെയിൻലി ന്യൂക്ലിയസും സൈറ്റോപ്ലാസും. ന്യൂക്ലിയർ ഫിക്സേറ്റീവ്സും ഉണ്ട്, സൈറ്റോപ്ലാസ്മിക് ഫിക്സേറ്റീവ്സും ഉണ്ട്. ന്യൂക്ലിയർ ഫിക്സേറ്റീവ്സ് എന്ന് പറയുന്നത് കാർനോയ്സ് ഫ്ലൂയിഡ്, ക്ലാർക്സ് ഫ്ലൂയിഡ്, ഫ്ലെമിങ്സ് ഫ്ലൂയിഡ്. സൈറ്റോപ്ലാസ്മിക് ഫിക്സേറ്റീവ്സ് എന്ന് പറയുന്നത് ചാമ്പീസ് ഫ്ലൂയിഡ്, ഫോർമാൽ കാൽഷ്യം, ഫോർമാൽ സലൈൻ ഒക്കെയാണ് സൈറ്റോപ്ലാസ്മിക് ഫിക്സേറ്റീവ് എന്ന് പറയുന്നത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, എന്തായാലും പഠിച്ചു വെക്കുക. എന്തൊക്കെയാണ് സൈറ്റോപ്ലാസ്മിക് ഫിക്സേറ്റീവ്, എന്തൊക്കെയാണ് ന്യൂക്ലിയർ ഫിക്സേറ്റീവ്. ന്യൂക്ലിയർ ഫിക്സേറ്റീവ് മീൻസ് കാർനോയ്സ് ഫ്ലൂയിഡ്, ക്ലാർക്സ് ഫ്ലൂയിഡ് ആൻഡ് ഫ്ലെമിങ്സ് ഫ്ലൂയിഡ്, while സൈറ്റോപ്ലാസ്മിക് ഫിക്സേറ്റീവ്സ് are ചാമ്പീസ് ഫ്ലൂയിഡ്, ഫോർമാൽ കാൽഷ്യം ആൻഡ് ഫോർമാൽ സലൈൻ. ഓക്കെ, നെക്സ്റ്റ് ഹിസ്റ്റോകെമിക്കൽ ഫിക്സേറ്റീവ്സ് ആണ്. നെക്സ്റ്റ് ഫിക്സേറ്റീവ് എന്ന് പറയുന്നത് ഇത് നമ്മൾ മെയിൻ ആയിട്ട് എൻസൈംസോ അതർ സബ്സ്റ്റൻസസ് ഇൻ ദ സെൽസിലുള്ള എൻസൈംസും ബാക്കി സബ്സ്റ്റൻസസും ഒക്കെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഫിക്സേറ്റീവ് ആണ് ഹിസ്റ്റോകെമിക്കൽ ഫിക്സേറ്റീവ് എന്ന് പറയുന്നത്. അത് നമ്മുടെ സെൽ കമ്പോണൻസിന്റെ നോർമൽ കെമിസ്ട്രിക്കൊന്നും ഒരു ഓൾട്ടറേഷനോ ഒന്നും വരുത്തുന്നില്ല. ഇതിന് എക്സാമ്പിൾസ് ആയിട്ടുള്ളതാണ് ബഫേർഡ് ന്യൂട്രൽ ഫോർമാലിൻ, കോൾഡ് അസറ്റോൺ, ആബ്സല്യൂട്ട് ആൽക്കഹോൾ ഒക്കെയാണ് ഹിസ്റ്റോകെമിക്കൽ ഫിക്സേറ്റീവ്സിന് എക്സാമ്പിൾ. ഓക്കെ, ബഫർ ന്യൂട്രൽ ഫോർമാലിൻ, കോൾഡ് അസറ്റോൺ, ആബ്സല്യൂട്ട് ആൽക്കഹോൾസ് ഒക്കെയാണ് ഹിസ്റ്റോകെമിക്കൽ ഫിക്സേറ്റീവിന് എക്സാമ്പിൾ ആയിട്ട് ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് വേറൊരു ക്ലാസിഫയർ ഉണ്ട്. നമ്മുടെ ആക്ഷന്റെ ബേസിസിൽ, മീൻസ് നമ്മുടെ ഫിക്സേറ്റീവ്സിന്റെ ആക്ഷന്റെ ബേസിസിൽ അഗെയിൻ ഫിക്സേറ്റീവ്സിനെ നമുക്ക് ഫിസിക്കൽ മെത്തേഡ്സും കെമിക്കൽ മെത്തേഡ്സും ആയിട്ട് വീണ്ടും ക്ലാസിഫൈ ചെയ്യാം. ഫിസിക്കൽ മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഹീറ്റിംഗ്, മൈക്രോവേവിംഗ്, ഫ്രീസ് ഡ്രൈയിങ് ഒക്കെ ഫിസിക്കൽ മെത്തേഡ്സ് ഓഫ് ഫിക്സേഷൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ഹീറ്റിംഗ് മീൻസ് നിങ്ങൾക്കറിയാം സ്ലൈഡ്സ് ഒക്കെ ഹീറ്റിൽ കാണിച്ച് ഫിക്സ് ചെയ്യുന്നത്. പിന്നെ മൈക്രോവേവിംഗ് എന്ന് പറയുമ്പോൾ നേരത്തെ നമ്മൾ ഫസ്റ്റ് ഓൾറെഡി ഡിസ്കസ് ചെയ്തു എങ്ങനെ മൈക്രോവേവിംഗ് ചെയ്യുന്നതെന്ന്. പിന്നെ ഫ്രീസ് ഡ്രൈയിങ്. ഇത്രയാണ് ഫിസിക്കൽ മെത്തേഡ്സ് ഓഫ് ഫിക്സേഷൻ എന്ന് പറയുന്നത്.
കെമിക്കൽ മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് കെമിക്കൽ ഏജൻസ് യൂസ് ചെയ്യുന്ന ഫോർമാൽഡിഹൈഡ്, ഗ്ലൂട്ടാൽഡിഹൈഡ്, അങ്ങനെ നമ്മുടെ കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ടല്ലോ അതിന്റെ ബേസിസിൽ മീൻസ് ഓരോ ഫിക്സേറ്റീവ്സിനും ഓരോ കെമിക്കൽ ആക്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിന്റെ ബേസിസിൽ നമ്മൾ ആൽഡിഹൈഡ് ഫിക്സേറ്റീവ്സ്, പിന്നെ ക്രോസ് ലിങ്കിങ് ഫിക്സേറ്റീവ്സ്, അങ്ങനെ കുറെ ഒരു ഫർദർ ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. ആ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ ക്ലാസിഫൈ ചെയ്യും അതിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസിന്റെ ബേസിസിൽ. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് ടോളറന്റ് ഫിക്സേറ്റീവ്സും നോൺ ടോളറന്റ് ഫിക്സേറ്റീവ്സും. ഈ ക്ലാസിഫിക്കേഷൻ എന്തിന്റെ ബേസിസിലാണെന്ന് വെച്ചാൽ നമ്മുടെ ടിഷ്യൂവിലുള്ള ടോളറൻസ് ആക്ഷന്റെ ബേസിസിലാണ് നമ്മൾ ടോളറന്റും നോൺ ടോളറന്റ് ഫിക്സേറ്റീവ്സും ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. ടോളറന്റ് ഫിക്സേറ്റീവിന് ഒരു എക്സാമ്പിൾ ആണ് ഫോർമാലിൻ ഫിക്സേറ്റീവ്. നോൺ ടോളറന്റ് ഫിക്സേറ്റീവ്സിന് ഒരു എക്സാമ്പിൾ ആണ് കാർനോയിസ് ഫിക്സേറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇത് മീൻസ് ഫിക്സേറ്റീവിന്റെ ജനറൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അത് മെയിൻ ആയിട്ട് ഇത്രേ പറയാനുള്ളൂ. പിന്നെ കെമിക്കൽ ഫിക്സേറ്റീവ്സിനെ കുറിച്ച് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ നമ്മുടെ കെമിക്കൽ മെത്തേഡ്സ് ആണ് മെയിൻ ആയിട്ട്. പ്രോട്ടീൻ കൊയാഗുലേഷൻ, പ്രോട്ടീൻ ഡീനാച്ചുറേഷൻ, പിന്നെ കോവാലന്റ് ലിങ്ക് ഫോർമേഷൻ, അതൊക്കെയാണ് കെമിക്കൽ ഫിക്സേറ്റീവ്സിൽ മെയിൻ ആയിട്ട് പറയാനുള്ളത്. എന്തായാലും ഡീറ്റെയിൽഡ് സെഷൻ ആയിട്ട് വീണ്ടും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഫിക്സേറ്റീവിന്റെ ക്ലാസിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ജസ്റ്റ് ഓരോ ക്ലാസിഫിക്കേഷന്റെ അണ്ടറിലും ഓരോ ഫിക്സേറ്റീവ്സ് ഏതൊക്കെയാണ് വരുന്നതെന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം. അതേപോലെ തന്നെ ഈ ന്യൂക്ലിയർ ഫിക്സേറ്റീവ്സ് as well as സൈറ്റോപ്ലാസ്മിക് ഇമ്പോർട്ടൻറ്റ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടന്റ്. സോ ഇതാണ് ഫിക്സേറ്റീവ്സിന്റെ ക്ലാസിഫിക്കേഷൻ. നെക്സ്റ്റ് നമുക്ക് ജസ്റ്റ് ഇതുവരെ ഉള്ളതൊന്ന് സമ്മറൈസ് ചെയ്യാം. സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഫിക്സേറ്റീവ് എന്താന്ന് ഡിസ്കസ് ചെയ്തു. സോ ഫിക്സേറ്റീവ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു നമ്മുടെ സെൽസ് അല്ലെങ്കിൽ ടിഷ്യൂസ് നമ്മൾ ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് അതിനെ പ്രൊട്ടക്ട് ചെയ്യണം അല്ലെങ്കിൽ പ്രിസർവ് ചെയ്യണം. സോ അതിന് യൂസ് ചെയ്യുന്ന ഏജൻസ് ആണ് ഫിക്സേറ്റീവ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ടിഷ്യൂന്ന് പുറത്തെടുക്കുന്ന സെൽസ് അല്ലെങ്കിൽ ടിഷ്യൂസിനെ നമ്മൾ എന്ത് ചെയ്യുക, ലൈഫ് മാനർ ക്ലോസ്ലി ഒരു ലൈഫ് മാനറിലോട്ട് ഇത് പ്രൊട്ടക്ട് ചെയ്യുക. ഫർദർ സിഗ്നിഫിക്കന്റ് ഡിസ്റ്റോർഷനോ ഡീകമ്പോസിഷനോ ഒക്കെ പ്രിവെന്റ് ചെയ്ത് അതിനെ പ്രിസർവ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് ഫിക്സേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു ഐഡിയൽ ഫിക്സേറ്റീവിന് എന്തൊക്കെ ക്വാളിറ്റീസ് അല്ലെങ്കിൽ എന്തൊക്കെ ക്യാരക്ടേഴ്സ് വേണമെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ദാറ്റ് ഈസ് ഇറ്റ് ഷുഡ് സ്റ്റോപ്പ് ബാക്ടീരിയൽ ഡീജനറേഷൻ, ഓട്ടോലൈസിസ്, ഷുഡ് നോട്ട് ഡാമേജ് സെല്ലോ മോർഫോളജി, സെല്ലോ കൺസ്ട്രൻസ്, അങ്ങനെ അതിനെ ഡിസ്ട്രോട്ട് ചെയ്യാൻ പാടില്ല, അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്തു. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് ഫിക്സേഷൻ ഡിസ്കസ് ചെയ്തു. ഫസ്റ്റ് ഇമേർഷൻ ഫിക്സേഷൻ, പിന്നെ പെർഫ്യൂഷൻ ഫിക്സേഷൻ, വേപ്പർ ഫിക്സേഷൻ, കോട്ടിംഗ് ഓർ സ്പ്രേ ഫിക്സേഷൻ, ഫ്രീസ് ഡ്രൈ, മൈക്രോവേവ് ഫിക്സേഷൻ ഓർ സ്റ്റെബിലൈസേഷൻ. ഇമേർഷൻ ഫിക്സേഷൻ എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമില്ല, ടിഷ്യൂസിന് ജസ്റ്റ് ഒരു ഫിക്സേറ്റീവിലോട്ട് ഇമേഴ്സ് ചെയ്യും. ഇനി നമ്മുടെ പെർഫ്യൂഷൻ എന്ന് പറയുമ്പോൾ ലാർജ് ഓർഗൻസിനാണ് യൂസ് ചെയ്യുന്നത്, ബ്രെയിൻ, സ്പൈനൽ കോഡ് പോലുള്ളതിന്. പിന്നെ വേപ്പർ ഫിക്സേഷൻ ആണ് കോമൺലി ഇംപ്ലന്റ്സിനും ബ്ലഡ് സ്മിയേഴ്സിനും ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. കോമൺലി യൂസ്ഡ് വേപ്പർ ഫിക്സേറ്റീവ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ കോട്ടിംഗ് ഓർ സ്പ്രേ ഫിക്സേഷൻ, അതിൽ ഡിസ്റ്റൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 10 to 12 inches ആണ് നമ്മൾ ഡിസ്റ്റൻസിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ ഫ്രീസ് ഡ്രൈയിങ്, മൈക്രോവേവ് ഫിക്സേഷൻ, സ്റ്റെബിലൈസേഷൻ. പിന്നെ ഫിക്സേറ്റീവ്സിന്റെ എയിം നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ ഫാക്ടേഴ്സ് ഇൻവോൾവ്, ബഫേഴ്സ് 6 to 8 ആണ് പ്രോപ്പർ pH എന്ന് പറയുന്നത്. ടെമ്പറേച്ചർ ഡിസ്കസ് ചെയ്തു, റൂം ടെമ്പറേച്ചർ ആണ് അപ്രോപ്രിയേറ്റ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. പിന്നെ പെനട്രേഷൻ ഓഫ് ടിഷ്യൂസ്, പിന്നെ വോളിയം ചേഞ്ച്, ഓസ്മോളാരിറ്റി, അജിറ്റേഷൻ, കോൺസെൻട്രേഷൻ ആൻഡ് ഡ്യൂറേഷൻ. പിന്നെ ക്ലാസിഫിക്കേഷൻ ഡിസ്കസ് ചെയ്തു. ക്ലാസിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്, അത് ജസ്റ്റ് നന്നായിട്ട് പഠിച്ചു വെക്കുക. പിന്നെ കെമിക്കൽ, പിന്നെ അതിൽ സിമ്പിളും കോമ്പൗണ്ടും ഡിസ്കസ് ചെയ്തു. സിമ്പിൾ മീൻസ് ഒരു കമ്പോണന്റ് ഉള്ളത്, കോമ്പൗണ്ട് മീൻസ് ഒന്നോ അതിൽ കൂടുതൽ കമ്പോണന്റ് ഉള്ളത്. പിന്നെ ഫിസിക്കൽ മെത്തേഡ്സ്, ഹീറ്റിംഗ്, മൈക്രോവേവ്, ഫ്രീസ് ഡ്രൈയിങ്. കെമിക്കൽ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ കെമിക്കൽ റിയാക്ഷൻസ് വഴി മീൻസ് ഫോർ എക്സാമ്പിൾ നമ്മുടെ പ്രോട്ടീനുമായിട്ട് കോവാലന്റ് ക്രോസ് ലിങ്ക്, പിന്നെ ന്യൂക്ലിക് ആസിഡ്സ്, പ്രോട്ടീൻസ്, അങ്ങനെയൊക്കെ ഉള്ള കോമൺ ഫിക്സേറ്റീവ്സ് ആണ്. അപ്പോഴേക്കും പിന്നെ അങ്ങനെ കുറച്ച് കൂടുതൽ ക്ലാസിഫിക്കേഷൻ ഉണ്ട് കെമിക്കൽ ഫിക്സേറ്റീവ്സിന്, അത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. പിന്നെ ടോളറന്റ് ആൻഡ് നോൺ ടോളറന്റ് ടിഷ്യൂസ് ഫിക്സേറ്റീവ്സ്, നമ്മുടെ ടിഷ്യൂസിലുള്ള ടോളറൻസ് ആക്ഷന്റെ ബേസിസിൽ. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് ആണ് ഫോർമാൽഡിഹൈഡ്. നമുക്കറിയാം ഫോർമാൽഡിഹൈഡ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ഒരു ഫിക്സേറ്റീവ് ആണ് ഫോർമാൽഡിഹൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ
ഫോർമാൽഡിഹൈഡിന്റെ കോമൺ ക്യാരക്ടേഴ്സ് എന്താന്ന് പറഞ്ഞാൽ നമ്മൾ റുട്ടീൻ യൂസ് ചെയ്യുന്ന ഒരു ഫിക്സേറ്റീവ് ആണ് ഫോർമാലിൻ ഫിക്സേറ്റീവ് എന്ന് പറയുന്നത്. അത് ഒരു ഫോർമാലിൻ എന്ന് പറയുമ്പോൾ ഒരു സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഓഫ് ഫോർമാൽഡിഹൈഡ് ഗ്യാസ് ആണ്. സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഓഫ് ഫോർമാൽഡിഹൈഡ് ഗ്യാസ് ഇൻ വാട്ടർ അപ്രോക്സിമേറ്റ്ലി 40%. ഓക്കെ, 40% സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഓഫ് ഫോർമാൽഡിഹൈഡ് ഗ്യാസ് ഇൻ വാട്ടർ ആണ് നമ്മൾ ഫോർമാലിൻ ഫിക്സേറ്റീവ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് കമേഴ്ഷ്യലി അവൈലബിൾ ആയിട്ടുള്ളത് 40% ഫോർമാൽഡിഹൈഡ് അല്ലെങ്കിൽ ഫോർമാലിൻ ആയിട്ടാണ് നമുക്കത് കമേഴ്ഷ്യലി അവൈലബിൾ ആയിട്ടുള്ളത്. സോ അത് വളരെ ഇമ്പോർട്ടന്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. എന്ത് കമേഴ്ഷ്യലി അവൈലബിൾ ഫോർമാലിൻ എത്ര പെർസെന്റേജ് ആണെന്നുള്ളത്. 40% ആണ് കമേഴ്ഷ്യലി അവൈലബിൾ ഫോർമാലിൻ എന്ന് പറയുന്നത്. 40% ഫോർമാൽഡിഹൈഡ് ആയിട്ടാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. നെക്സ്റ്റ് ഇതില് മെയിൻ ആയിട്ട് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ ഇതില് മെയിൻ ആയിട്ടുള്ളത് മെത്തനോളും ഫോമിക് ആസിഡും ആണ്. ഫോർമാലിൻ ഫിക്സേറ്റീവില് മെയിൻ ആയിട്ടുള്ളത് എന്താന്ന് വെച്ചാൽ മെത്തനോളും ഫോമിക് ആസിഡും ആണ്. ഇതിൽ യൂസ് ചെയ്യുന്ന സ്റ്റെബിലൈസർ ആണ് 10 to 14% മെത്തനോൾ ആണ് ഇതിൽ യൂസ് ചെയ്യുന്ന സ്റ്റെബിലൈസർ എന്ന് പറയുന്നത്. ഇത് കോമൺലി അസിഡിക് സൊല്യൂഷൻ ആണ്. നമ്മൾ ഇത് സ്റ്റോറേജിൽ വെക്കുമ്പോഴേക്കും ഇത് കുറച്ചുകൂടി അസിഡിക് ആവാൻ ചാൻസ് ഉണ്ട് ബൈ ദ ഫോർമേഷൻ ഓഫ് ഫോമിക് ആസിഡ്. ഫോമിക് ആസിഡിന്റെ ഫോർമേഷൻ കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു ഇതിൽ മെത്തനോളും ഫോമിക് ആസിഡും ആണ് മെയിൻ ആയിട്ടുള്ളത്. സോ ഫോമിക് ആസിഡിന്റെ ഫോർമേഷൻ കാരണം ഇത് കുറച്ചുകൂടെ അസിഡിക് ആവും. പിന്നെ ഇത് കളർലെസ് ആണ്. ഓക്കെ, കളർലെസ് സൊല്യൂഷൻ ആണ്. പിന്നെ ഇത് നമ്മൾ മീൻസ് വീണ്ടും കീപ്പ് ചെയ്യുമ്പോൾ അത് പാരാഫോർമാൽഡിഹൈഡിന്റെ ഫോർമേഷൻ കാരണം അത് ടർബിഡ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, ഇത് നമ്മളിപ്പോ ഒരു എസ്പെഷ്യലി കോൾഡ് പ്ലേസസിലൊക്കെ മീൻസ് വളരെ കോൾഡ് ആയിട്ടുള്ള പ്ലേസസിലൊക്കെ ഇത് സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ ഇത് ഫോർമാൽഡിഹൈഡ് പോളിമറൈസ് ചെയ്യും. അങ്ങനെ ഫോം ചെയ്യുന്നതാണ് പാരാഫോർമാൽഡിഹൈഡ്. സോ ഫോർമാൽഡിഹൈഡ് പോളിമറൈസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? പാരാഫോർമാൽഡിഹൈഡ് ആണ് കിട്ടുന്നത്. സോ നമുക്ക് അത് വളരെ നോട്ട് ചെയ്ത് വെക്കുക. കോൾഡ് പ്ലേസസിലൊക്കെ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ ഫോർമാൽഡിഹൈഡ് പോളിമറൈസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പോളിമറൈസ് ചെയ്ത് ഫോം ചെയ്യുന്നതാണ് പാരാഫോർമാൽഡിഹൈഡ്. ഇനി നമുക്ക് ഈ പാരാഫോർമാൽഡിഹൈഡ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫിൽട്രേഷൻ വഴി നമുക്കത് റിമൂവ് ചെയ്ത് കളയാം. അത് നമുക്ക് പ്രിവെന്റബിൾ ആണ്. മീൻസ് ഈ ഒരു പാരാഫോർമാൽഡിഹൈഡ് ഫോം ചെയ്തു അതൊരു പ്രസിപ്പിറ്റേറ്റ് ടർബിഡായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഫിൽട്രേഷൻ വഴി റിമൂവ് ചെയ്ത് കളയാം. വേറൊരു യൂസ് എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ 10 to 14% മെത്തനോൾ ആഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഈ പാരാഫോർമാൽഡിഹൈഡിന്റെ ഫോർമേഷൻ ഈ മെത്തനോൾ ഇൻഹിബിറ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഇതിനെ സ്റ്റെബിലൈസർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, 10 to 14% മെത്തനോൾ സ്റ്റെബിലൈസർ ആയിട്ട് യൂസ് ചെയ്യുന്നതിന്റെ പേർപ്പസ് എന്താന്ന് വെച്ചാൽ ഇത് പാരാഫോർമാൽഡിഹൈഡിന്റെ ഫോർമേഷൻ ഇൻഹിബിറ്റ് ചെയ്യും. ഇനി പിന്നെ ഇതെന്താന്ന് വെച്ചാൽ ഡിസഡ്വാൻറ്റേജ് മെയിൻ ആയിട്ട് എന്താന്ന് വെച്ചാൽ ഫോർമാലിൻ പിഗ്മെന്റ്. ഈ ഒരു ഫോർമാലിൻ കൊണ്ടുള്ള ഡിസഡ്വാൻറ്റേജ് മെയിൻലി റുട്ടീൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫോർമാലിൻ പിഗ്മെന്റ് ഫോർമേഷൻ ഒരു മേജർ ഡിസഡ്വാൻറ്റേജ് ആണ്. അത് നമുക്ക് കുറച്ച് കാൽഷ്യം കാർബണേറ്റ് നമ്മുടെ ഫോർമാലിനിലോട്ട് കുറച്ച് കാൽഷ്യം കാർബണേറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫോർമാൽ സലൈൻ ഫോം ചെയ്യും. അങ്ങനെ നമുക്ക് ആ ഒരു ഫോർമേഷൻ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഇനി നമ്മുടെ ഇത്രയാണ് ഫോർമാലിന്റെ മെയിൻ പോയിന്റ്സ്. കമേഴ്ഷ്യലി അവൈലബിൾ ആയിട്ടുള്ളത് 40% ഫോർമാലിനായിട്ടാണ്. അതെന്ന് പറയുമ്പോൾ ഒരു 10 ml ഫോർമാലിൻ വിത്ത് ഇത് 10% ഫോർമാലിൻ എന്ന് പറയുമ്പോൾ എന്താ ഈ 40% ഫോർമാലിനൈഡ് നമ്മൾ 10 ml ഫോർമാലിൻ 90 ml വാട്ടറിൽ മേക്കപ്പ് ചെയ്യുന്നതാണ് നമ്മൾ 10% ഫോർമാലിൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് കമേഴ്ഷ്യലി കിട്ടുന്നത് 40% ഫോർമാലിനൈഡ് ആണ്. നമ്മൾ അതിൽ നിന്ന് 10 ml എടുത്ത് 90 ml വാട്ടറിൽ അല്ലെങ്കിൽ സലൈനിൽ മേക്കപ്പ് ചെയ്യുന്നതാണ് നമ്മൾ 10% ഫോർമാലിൻ എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ മെയിൻ കാരണം എന്താന്ന് വെച്ചാൽ നമ്മളിത് കോൾഡ് പ്ലേസസിലൊക്കെ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ ഇത് ഫോർമാൽഡിഹൈഡ് പോളിമറൈസ് ചെയ്ത് പാരാഫോർമാൽഡിഹൈഡ് പോളിമറൈസ് ചെയ്ത് മീൻസ് ഫോർമാൽഡിഹൈഡ് പോളിമറൈസ് ചെയ്ത് പാരാഫോർമാൽഡിഹൈഡ് ആയിട്ട് മാറി ഒരു വൈറ്റ് സബ്സ്റ്റൻസ് ഫോം ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അത് നമുക്ക് ഫിൽട്രേഷൻ വഴി റിമൂവ് ചെയ്ത് കളയാൻ പറ്റും. അതേപോലെ തന്നെ ഈ 10 to 14% മെത്തനോൾ സ്റ്റെബിലൈസർ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഈ പാരാഫോർമാൽഡിഹൈഡിന്റെ ഫോർമേഷനെ ഇൻഹിബിറ്റ് ചെയ്യും. പിന്നെ അതിലുള്ള വേറൊരു കൺസ്റ്റുവന്റ് ആണ് നമ്മുടെ ഫോമിക് ആസിഡ് എന്നുള്ളത്.
പിന്നെ നമുക്ക് ഈ വേറൊരു മെയിൻ ഡിസഡ്വാൻറ്റേജ് നമ്മുടെ ഫോർമാലിന്റെ മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ ഫോർമാലിൻ പിഗ്മെന്റ് ഫോർമേഷൻ ആണ്. ഈ ഫോർമാലിൻ പിഗ്മെന്റ് ഫോർമേഷൻ നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഫോർമാൽ സലൈൻ യൂസ് ചെയ്ത കുറച്ച് കാൽഷ്യം കാർബണേറ്റ് ആഡ് ചെയ്ത് ഫോർമാൽ സലൈൻ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഫോർമാലിൻ പിഗ്മെന്റിന്റെ ഫോർമേഷൻ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. സോ പിന്നെ ഫോർമാലിന്റെ കുറച്ച് അഡ്വാൻറ്റേജസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫോർമാലിൻ ചീപ്പാണ്, പിന്നെ നമുക്ക് ഈസിലി പ്രിപ്പയർ ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ റിലേറ്റീവ്ലി സ്റ്റേബിൾ ആണ്. പിന്നെ നമുക്ക് ഫ്രോസൺ സെക്ഷൻസിനെയൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഫോർമാലിൻ ഫിക്സേഷൻ മീൻസ് ഫ്രോസൺ സെക്ഷൻസ് ഒക്കെ നമുക്ക് ഈസിലി പ്രിപ്പയർ ചെയ്യാൻ പറ്റും. പിന്നെ റീസണബിളി വെൽ പെനട്രേഷൻ ആണ്, ടിഷ്യൂസിന്റെ പെനട്രേഷൻ റീസണബിളി വെൽ ആണ്. പിന്നെ എക്സസീവ് ഹാർഡനിങ്ങോ ബ്രിട്ടിൽ ആക്കുകയോ ഒന്നുമില്ല ടിഷ്യൂസിനെ. പിന്നെ നമ്മുടെ നെർവസ് സിസ്റ്റത്തിന് അതൊരു മെയിൻ പോയിന്റ് ആണ്. ബെസ്റ്റ് ഫിക്സേറ്റീവ് ഫോർ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് ഫോർമാലിൻ ഫിക്സേറ്റീവ് ആണ്. ബെസ്റ്റ് ഫിക്സേറ്റീവ് ഫോർ നെർവസ് സിസ്റ്റം, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. നമ്മുടെ നെർവസ് സിസ്റ്റത്തിന്റെ ബെസ്റ്റ് ഫിക്സേറ്റീവ് എന്ന് പറയുന്നത് ഫോർമാലിൻ ഫിക്സേറ്റീവ് ആണ്. പിന്നെ ഫാറ്റ് സ്റ്റെയിനിങ് അങ്ങനെയുള്ള സ്റ്റെയിൻസ് ഒക്കെ, ഫാറ്റ് കമ്പോണൻസിനെയൊക്കെ സ്റ്റെയിൻ ചെയ്യാനായിട്ട് ഏറ്റവും നല്ല ഫിക്സേറ്റീവ് എന്ന് പറയുന്നത് ഫോർമാലിൻ ആണ്. പിന്നെ ഇതിന്റെ മേജർ ഡിസഡ്വാൻറ്റേജ് എന്തെന്ന് വെച്ചാൽ ഡെർമറ്റൈറ്റിസ്, ഹാൻഡ്സിൽ നമുക്ക് ഡെർമറ്റൈറ്റിസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇറിറ്റേറ്റിംഗ് ഫ്യൂംസ് ആണ്, അത് നമുക്ക് ഐസിനും റെസ്പിറേറ്ററി എപ്പിത്തലിയത്തിനും ഒക്കെ ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. ഇനി പിന്നെ ഇതിന്റെ ഒരു മേജർ ഡിസഡ്വാൻറ്റേജ് നേരത്തെ പറഞ്ഞതുപോലെ ഫോർമാലിൻ പിഗ്മെന്റ് ആണ്. ഈ ഫോർമാലിൻ പിഗ്മെന്റ് ഫോർമേഷൻ ആണ് നമ്മുടെ ഫോർമാലിന്റെ ഏറ്റവും മേജർ ആയിട്ടുള്ള ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. സോ ഇത്രയാണ് മെയിൻ ആയിട്ട് നമുക്ക് ഫോർമാലിൻ ഇതില് പറയാനുള്ളത്. സോ ഇത്രയാണ് നമുക്ക് ഫോർമാലിൻ ഫിക്സേറ്റീവിനെ പറ്റി പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് ഇത് ഫോർമാൽഡിഹൈഡ് ആണ് നമ്മൾ റുട്ടീൻലി യൂസ് ചെയ്യുന്ന ഫിക്സേറ്റീവ്. ബാക്കി ഫിക്സേറ്റീവ്സ് ഉണ്ട്. പിന്നെ ഈ ഫോർമാലിൻ പിഗ്മെന്റും ബാക്കി ഫിക്സേറ്റീവ്സും കൂടെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. മെയിൻ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് ക്ലാസിഫിക്കേഷൻ വരെ ഡിസ്കസ് ചെയ്തു, പിന്നെ ഫോർമാലിൻ ഫിക്സേറ്റീവും കൂടെ ഡിസ്കസ് ചെയ്തു. ഇത്രയാണ് മെയിൻ ആയിട്ട് നമുക്ക് പറയാനുള്ളത് ഫോർമാലിനിൽ. ഇതിൽ ഫോർമാലിൻ പിഗ്മെന്റിന്റെ ഫോർമേഷനും അതിന്റെ റിമൂവലും പിന്നെ ബാക്കി ഫിക്സേറ്റീവ്സും നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇത്രയാണ് മെയിൻ ടോപ്പിക്സ്. സോ താങ്ക് യു ഓൾ. ഇത്രയേ ഉള്ളൂ.